ഓക്കെ. പി പി ടി ക്ലിയർ അല്ലേ? കാണുന്നില്ല എല്ലാവർക്കും? എന്റെ വോയിസും ബ്രേക്കിംഗ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും ഇടയിൽ ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ വോയിസോ അല്ലെങ്കിൽ പി പി ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് ഇതിൽ കാണുന്ന പോലെ തന്നെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കാൻ പോകുന്നത് ആൻഷ്യന്റ് നടന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ആൻഷ്യന്റ് മാത്രമാണ് ഞാൻ സ്പെസിഫൈ ചെയ്തെടുക്കുന്നത്. മിഡീവലും മോഡേണും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഫൈസൽ സാറും നാദ്യ മാമിക്ക് ക്ലാസ് എടുക്കുന്നതാണ് PYQന്റെ. അപ്പൊ ആൻഷ്യന്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊരു രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന 2023, 2022 നടന്ന CUT-യുടെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊരു 2 മണിക്കൂർ സെക്ഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. മാക്സിമം ഒരു 7 മണിക്കൂറിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കാം. ഇൻ കേസ് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ 2 മണിക്കൂറിൽ നമ്മൾ തീർക്കാൻ മാക്സിമം നോക്കും. ഇതിൽ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയും, ആ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് അതിന്റെ ഓപ്ഷൻസ്, ഒരു ഓപ്ഷൻ ആകുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആ 4 ഓപ്ഷനിൽ നമ്മൾ ശരിയായ ഓപ്ഷൻ മാത്രമേ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ, അതും വെരി ബ്രീഫ് ആയിട്ട്. ബാക്കിയുള്ള 3 ഓപ്ഷൻസും നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിലാണെങ്കിൽ അത് PG-യിലാണ് എവിടെയെങ്കിലും അവിടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇന്റർനെറ്റ് തന്നെയാണ് ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ടൂള്. ഒരുപാട് നമുക്ക് ഇതിനെക്കുറിച്ച് മെറ്റീരിയൽസ് വിക്കിപീഡിയ ആയാലും ഇപ്പോൾ അൺഅക്കാഡമി ആയാലും അതല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമുക്ക് കിട്ടും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സെർച്ച് ചെയ്ത് അതിലെ ഉത്തരങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ. ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്ത് പോയതുകൊണ്ട് ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് സ്പെസിഫൈ എടുത്തിട്ട് അതിൽ ഈ ക്വസ്റ്റ്യൻ എഴുതുക, അതിന് 4 ഓപ്ഷൻസ് എഴുതുക. ആ 4 ഓപ്ഷന്റെയും എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക തന്നെ വേണം. മുന്നോട്ട് പോകുന്തോറും നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ സെഷൻ റെക്കോർഡഡ് ആണ്, പിന്നെ കാണുന്ന ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണത്. നിങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ലെങ്തി ആയിരിക്കും സെഷൻ. നിങ്ങൾ എല്ലാവരും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് എന്തെങ്കിലും ആവശ്യമാണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാം. ഓക്കെ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ PYQ. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് സമയം തരാം. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം എന്നുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കും പോകുന്നതാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ഔട്ട് ചെയ്ത് നോക്കൂ. ഇന്ത്യൻസ് വെർ ഫസ്റ്റ് ടു യൂസ് ദ ഡെസിമൽ സിസ്റ്റം, ദ ചൈനീസ് ലേൺ ദിസ്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് പോവുക. നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ തെറ്റിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. CUT-യും NTA-യുടെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ ട്രിക്കി ആയിട്ട് ചോദിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ 1 2 വട്ടം റീഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം നിങ്ങൾക്ക് പാർട്ട് എ മറ്റേ മാത്സും മെന്റൽ എബിലിറ്റി ന്യൂമറിക്സും ഒന്നും ഇല്ല, അങ്ങനെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ സബ്ജക്ട് മാത്രമാണ് ഇപ്രാവശ്യം ചോദിക്കാനാണ് ഞാൻ കേട്ട അറിവ്. അപ്പൊ അത് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ചോദിച്ചതെന്ന് നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ പറയും. എന്താണ് ഇതിന്റെ ആൻസർ വരാൻ സാധ്യതയുള്ളത്? ഇന്ത്യൻസ് ആണ് ആദ്യമായിട്ട് ഡെസിമൽ സിസ്റ്റം യൂസ് ചെയ്തത്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ചോദിക്കുന്നത് ചൈനക്കാര് എവിടെ നിന്നാണ് ഈ സാധനം പഠിച്ചത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ നോക്കൂ. ആര്യഭട്ടയുണ്ട്, അറബ്സ് ഉണ്ട്, ബുദ്ധിസ്റ്റ് മിഷണറീസ് കൊടുത്തിട്ടുണ്ട്, വെസ്റ്റേൺ വേൾഡും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നൊരു ഉത്തരം ടൈപ്പ് ചെയ്തോളൂ ചാറ്റ് ബോക്സിൽ. ഹലോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ആര്യഭട്ട ആണോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരം. ഓക്കെ. അപ്പൊ 1 2 3 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് അങ്ങനെ അത് കൊടുത്തു പോവുക. ഓക്കെ. അതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റിക്കോട്ടെ, നമ്മളിത് ഒറിജിനൽ CUT എക്സാം ഒന്നും അല്ലല്ലോ, നമ്മളൊരു ഡിസ്കഷൻ. ഓക്കെ. എനിക്കും അപാരമായ നോളജ് ഒന്നുമില്ല, ഞാൻ നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങളും എന്നെ പോലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ശരി എന്നൊരു സംഭവമില്ല.
സെറ്റ് ശരിയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദയവ് ചെയ്ത് നിങ്ങൾ ആ ചാറ്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഉത്തരം ഓക്കെ, 2, 3, 4 എല്ലാവരും കൊടുക്കുക. ഒരു ഉത്തരം നിങ്ങൾ ദയവ് ഇതിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്ത് എല്ലാവരും ഇതിൽ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അധികം ഇത് ഞാൻ ഫസ്റ്റ് ഇതായതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് പറഞ്ഞു പോകുന്നു. അടുത്തത് കുറച്ച് സ്പീഡിൽ പോകും. നമുക്ക് 2 മണിക്കൂറിൽ സെഷൻ തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ വന്നിട്ട് ആരും ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞ ആളുകളുണ്ട്. 4ാമത്തെ വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കൂ. ഇന്ത്യൻസ് ഫസ്റ്റ് യൂസ് ദ ഡെസിമൽ സിസ്റ്റം. ഈ ചൈനക്കാർ എവിടെ നിന്നാണ്? അപ്പൊ ചൈനക്കാരെന്ന് വരുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അറേബ്യൻസിന്റെ കയ്യിൽ നിന്നാണ്. ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ്. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ കീ കൊടുത്ത ഉത്തരം ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് കാരണം എന്ന്. ഒരുവിധ ആളുകളൊക്കെ അറബ് വേൾഡ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇന്ത്യ ഈ ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 1 മുതൽ 10 വരെയുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് 1, 2, 3 നമ്മൾ അങ്ങനെ പറയുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ, അഫ്നിയുടെ ക്യാമറ ഓൺ ആണ്. ഓക്കെ, അപ്പോ ഈ ഡെസിമൽ സിസ്റ്റവുമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആര്യഭട്ടാണ്. അപ്പൊ ഇതിലെ ചോദ്യം എന്താണ്? ആര്യഭട്ടയെ കുറിച്ചാണോ ചോദിച്ചത്? ആരാണ് ഈ ഡെസിമൽ സിസ്റ്റം ആദ്യമായി യൂസ് ചെയ്തത് എന്നാണോ ചോദിച്ചത്? അല്ല, ചൈനക്കാർ ഈ സിസ്റ്റം എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പൊ നമ്മൾ ഫാഹിയാനും ഹുയാൻസാങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ ചൈനയിൽ നിന്ന് വന്ന ബുദ്ധിസ്റ്റ് മിഷണറീസ് ആയിരുന്നു അല്ലെ. അവർക്ക് എവിടെ നിന്നാണ് നോളജും കാര്യങ്ങളൊക്കെ കിട്ടിയത്? ബുദ്ധിസ്റ്റ് മിഷണറീസ്, ഇന്ത്യയിലുള്ള ബുദ്ധിസ്റ്റ് മിഷണറികളുടെ കയ്യിൽ നിന്നാണ് അവർക്ക് ഇന്ത്യയെ കുറിച്ചുള്ള കൾച്ചറൽ ആയിട്ടായാലും നമ്മുടെ സാംസ്കാരികപരമായിട്ടാണെങ്കിൽ തന്നെ അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് ബുദ്ധിസ്റ്റ് മിഷണറീസിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അവർ ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ഇവിടുന്ന് റൈറ്റ് ചെയ്ത് ചൈനയിലോട്ടും ടിബറ്റിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ. ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അത് തന്നെയാണ് വിശ്വസിക്കുന്നു. അപ്പോ മനസ്സിലാക്കേണ്ടത് ബുദ്ധിസ്റ്റ് മിഷണറീസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരുപാട് പേര് അറബ്സ് എന്ന് കൊടുത്ത ആളുകൾ ഉണ്ടാവും. അറബ്സ് എന്ന് നോർമലായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അറേബ്യക്കാർ എന്താന്ന് വെച്ചാല് ഈ ഡെസിമൽ സിസ്റ്റം ആദ്യമായിട്ട് ഇൻഡോ അറബിക് സിസ്റ്റം എന്നാണ് ഡെസിമൽ സിസ്റ്റത്തെ പറയുന്നത്. ഓക്കെ, ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ചൈനക്കാർ ഈ സിസ്റ്റം ലേൺ ചെയ്തത് ബുദ്ധിസ്റ്റുകാരുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, വെസ്റ്റേൺ വേൾഡ് ഇത് ലേൺ ചെയ്യുന്നത് ആര്യഭട്ടയുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യക്കാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ആര്യഭട്ടയുടെ തിയറിയിലൂടെയാണ്. അതാണ് ഇതിന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കേണ്ട മൊത്തം പോയിന്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത തവണ നിങ്ങൾക്ക് ചോദ്യം, അഫ്നിയുടെ ക്യാമറ ഇപ്പോഴും ഓൺ ആണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഓക്കെ, ചോദ്യം അടുത്ത പ്രാവശ്യം എന്താ? ഈ ഇന്ത്യൻ ഡെസിമൽ സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബൈ വൂം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതിന് ഉത്തരം ആരെ കൊടുക്കേണ്ടി? അത് ആര്യഭട്ടയാണ് അല്ലെ. അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡ് ബോറോഡ് ദ സിസ്റ്റം ഫ്രം വൂം. അത് ആരുടെ കയ്യിൽ നിന്നാണ്? അറബ്സിന്റെ കയ്യിൽ നിന്നാണ്. അറബിക്കാരാണ് ഈ സിസ്റ്റം വെസ്റ്റേൺ വേൾഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചൈനയിൽ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ചൈനക്കാർക്ക് ഈ കാര്യം അറിയുന്നത് ബുദ്ധിസ്റ്റ് മിഷണറീസിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഈ പോയിന്റ് വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള സെഷൻ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകാനാണ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കി അല്ല, കുറച്ച് ടഫ് ആയിട്ടുള്ള, കുറച്ച് വായിച്ച ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കൂ. 2 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കും. ഇത് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച CUT-യുടെ അതേ ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ സെയിം സാധനം തന്നെ തന്നെന്ന് മാത്രം. ഓക്കെ, ചോദ്യം എന്താണ്? ചൈതന്യ. അപ്പൊ ചൈതന്യ എന്ന് കേൾക്കുമ്പോൾ ഇയാളെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉത്തരം ചെയ്യാനേ പറ്റത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഈ സോഴ്സ് ബുക്കുകളൊക്കെ വായിക്കേണ്ട ഒരു പ്രത്യേകത ഇത് ഇവിടെയാണ് കിടക്കുന്നത്. കൃത്യമായിട്ട് വായനകൾ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു. ഇനി നമ്മുടെ മുന്നിൽ ആകെ കഷ്ടിച്ച് എത്രയാണ്? ഒരു 10-15 ഒരു മാസം തന്നെ കൂട്ടിക്കുള്ളൂ. ഒരു മാസം മാക്സിമം നമ്മുടെ കയ്യിൽ മുന്നിലുള്ളത്. അപ്പൊ ഇനി അത് സോഴ്സ് ബുക്ക് വായിച്ചിട്ട് അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2 വർഷത്തെ ഉള്ളൂ. ആ 2 വർഷം കൃത്യമായി ചെയ്യുക, അനലൈസ് ചെയ്യുക. അതിന്റെ ഓപ്ഷൻസിലുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ബൈ നോട്ട് ആക്കി എഴുതുക, പഠിക്കുക തന്നെ ചെയ്യണം. കാരണം സോഴ്സ് ബുക്ക് വായിക്കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ സമയമില്ല. ഓക്കെ, അപ്പൊ ചോദ്യം നോക്കൂ. ചൈതന്യ പോപ്പുലറൈസ്ഡ് മ്യൂസിക്കൽ ഗാദറിംഗ് ഓർ കീർത്തൻസ് ആസ് എ സ്പെഷ്യൽ ഫോം ഓഫ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ചൈതന്യ ട്രാവൽഡ് ടു ഗയ ടു റിവൈവ് ദ കൃഷ്ണ കൾട്ട്. അപ്പൊ ഇതിൽ ചോദ്യം ഈ 2 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ആൻസർ സെലക്ട് ചെയ്തേ. എല്ലാവരും വേണം കേട്ടോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ അധികം സമയം ഇതിൽ നിൽക്കുന്നില്ല. 1, 2, 3, 4 ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. സഹല മ്യൂട്ട് ആക്കണം. സഹൽ, ഓക്കെ.
ആതിര 3 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ 3, സ്റ്റേറ്റ്മെന്റ് 1 തന്നെയാണ്. ഓക്കെ, സോറി, സ്റ്റേറ്റ്മെന്റ് 3 ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നോക്കൂ. അപ്പൊ നമ്മൾ ഈ ചൈതന്യ എന്ന് പറയുമ്പോൾ ആരാണ് ചൈതന്യ? അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം ഏത് പേരിലാണ് ഓക്കെ, ആരോടോ ഇത് ഓണാണ്, മ്യൂട്ട് ആക്കാൻ ശ്രമിക്കൂ മാക്സിമം. ഓക്കെ, ചൈതന്യ മഹാപ്രഭു ഈ ചോദ്യം നമുക്ക് അടുത്ത പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഈ സെയിം ചോദ്യം ആവില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും അടുത്ത പ്രാവശ്യം ചോദിക്കാം ചൈതന്യ മഹാപ്രഭുവിന്റെ ഒറിജിനൽ നെയിം എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കൂ. ഈ PPT ഞാൻ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോ മാക്സിമം നോട്ട് ശ്രദ്ധിക്കാൻ നോക്കുക ക്ലാസ്സിൽ. ഓക്കെ, ചൈതന്യ മഹാപ്രഭു ബോൺ ഇൻ ആസ് വിശ്വംഭര മിശ്ര. അദ്ദേഹം വിശ്വംഭര മിശ്ര എന്ന പേരിലാണ് ജനിച്ചത്. 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. PPT ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഹി വാസ് 15th സെഞ്ചുറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു ഹിന്ദു സെയിന്റ് ആയിരുന്നു. അദ്ദേഹം എവിടെയാണ് ഒറിജിൻ? അദ്ദേഹത്തിന്റെ ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹിന്ദു സെയിന്റ് ആണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏത് രാധാകൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണ കൾട്ടില് ഭയങ്കരമായിട്ട് വേർഷിപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ചൈതന്യ മഹാപ്രഭു. ഓക്കെ, അദ്ദേഹം കൃഷ്ണനെ വേർഷിപ്പ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയായിരുന്നു? പല ആളുകളും മീരാബായിയുടെയും അതേപോലെ തന്നെ കബീർദാസിന്റെ ഒക്കെ കീർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ബേസ് ചെയ്തിരുന്നത് ഭജനുകളും കീർത്തൻസും ഒക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയില്ലേ അല്ലെ? എന്താ ചോദ്യം? ചൈതന്യ പോപ്പുലറൈസ് ദ മ്യൂസിക്കൽ ഗാദറിംഗ് ഓർ കീർത്തൻ ആസ് എ സ്പെഷ്യൽ ഫോം ഓഫ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. അത് ശരിയാണ് അല്ലെ? ഭജനും കീർത്തനും കൂടി അദ്ദേഹം കൃഷ്ണനോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന പ്രകടിപ്പിച്ചിരുന്നത്. ഹി വാസ് ഓൾസോ ദ ചീഫ് പ്രൊപ്പോണന്റ് ഓഫ് ദ വേദാന്തിക് ഫിലോസഫി. ഏത് ഫിലോസഫിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്? അച്ചിന്ത്യ ഭേദ അഭേദ തത്വ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത്, ഈ പേര് മൊത്തം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, അത് രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അച്ചിന്ത്യ ഭേദ അഭേദ തത്വ എന്ന് പറയുന്ന ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന, വേദിക് ഫിലോസഫിയിൽ, വേദാന്തിക് ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഫൗണ്ട് ചെയ്ത ആ ഒരു മാർഗത്തെ, ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി പറയുന്നത് ഗൗഡീയ വൈഷ്ണവിസം. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്തോളൂ. അതിന്റെ മറ്റൊരു പേരെന്താണ്? ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായ, അല്ലെങ്കിൽ ഗൗഡീയ വൈഷ്ണവിസം എന്ന് കേൾക്കുമ്പോൾ അത് ചൈതന്യ മഹാപ്രഭുവുമായിട്ട് റിലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ചോദ്യം ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഗൗഡീയ വൈഷ്ണവിസം ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ്? അത് ബംഗാളിലുള്ള ഏരിയ, ബംഗാളിൽ ഏർപ്പെട്ടതാണ്. ഓക്കെ, ചൈതന്യ മഹാപ്രഭുവുമായി റിലേറ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ ഡിവോഷണൽ 8 ഡിവോഷണൽ പ്രയേഴ്സിനെ പറയുന്ന പേരാണ് ശിക്ഷ ശതകം. ഓക്കെ, പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ചൈതന്യ ഈ സംടൈംസ് കാൾഡ് ഗൗരാംഗ ഓർ ഗൗര. ഓക്കെ, ഇങ്ങനെ വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഗൗരാംഗ ഓർ ഗൗര വാസ് ബീൻ കാൾഡ് ബൈ വിച്ച് സെയിന്റ്? ഏത് സെയിന്റിനെയാണ്? അത് ചൈതന്യ മഹാപ്രഭുവിനെ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഗോൾഡൻ കളറിലുള്ള കോംപ്ലക്ഷൻ കാരണമാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഗൗര പൂർണിമയായിട്ടാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിമൈ എന്നും പറയുന്നുണ്ട്. നിമൈ എന്ന് പറയാൻ കാരണം അദ്ദേഹം ഒരു നീം ട്രീയുടെ അണ്ടറിലാണ് അദ്ദേഹം ജനിച്ചതെന്നുകൊണ്ടാണ്. അപ്പൊ പോയിന്റുകളൊക്കെ കൃത്യമായി നോട്ട് ചെയ്തുക. ഇതിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് 2 ചൈതന്യ ട്രാവൽ ടു ഗയ ടു റിവൈവ് കൃഷ്ണ കൾട്ട്. ആ ഒരു തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അറിയാം, ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള, കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആരും 100ൽ 100 അടിക്കാനല്ല CUT എഴുതുന്നത്. നമുക്ക് ഒരു പാസ് മാർക്ക് അല്ല, ഒരു ടോപ്പ് മാർക്ക് കിട്ടണം അല്ലെ? ഓക്കെ, അഹലിയ മെസ്സേജ് അയക്കുന്നുണ്ട്, അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ആളുകളൊന്ന് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി നോക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അഹലിയേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്യണേ.
ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അതിന്റെ PPT കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞ ആരെങ്കിലും. സാറെ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എൻ ഏർലി ക്യാപിറ്റൽ ഓഫ് ഹർഷവർദ്ധന? ഹർഷവർദ്ധനയുടെ ആദ്യത്തെ ക്യാപിറ്റൽ. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കും. താനേശ്വർ അല്ലേ? താനേശ്വർ തന്നെ, താനേശ്വർ തന്നെയാണ്. ഓക്കെ, അപ്പോ ഓക്കെ, നല്ല ഉത്തരം ആയതിന് പറയുന്നത് നല്ലതാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ചാറ്റ് ഉപയോഗിക്കാൻ നോക്കുക. നമ്മുടെ ചാറ്റ് ബോക്സ് ഇല്ലേ, അതിൽ ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതാവും നല്ലത്, ക്ലാസ്സിന്റെ ഒരു സുഖമായി. ഓക്കെ, ആരായാലും പറഞ്ഞത് ഉത്തരം കറക്റ്റ് ആണ്, താനേശ്വരാണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ ഞാൻ ഇതിൽ ഉദ്ദേശിക്കാൻ പറയുന്നത്, നിങ്ങൾ ഇതിൽ കനൗജ് എന്ന് കാണാം. അപ്പോ കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കാം. നമുക്ക് അറിയുന്ന ചോദ്യം തന്നെ ആയിരിക്കും, വളരെ സിമ്പിൾ ആയിരിക്കാം. പക്ഷെ നമ്മളിതാ ഓക്കെ, അറിയുന്ന ചോദ്യമായിരിക്കാം. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കില്ല. നമ്മൾ ചാടിക്കേരി നമുക്ക് അറിയുന്ന ഉത്തരാണെന്ന് പറയുന്ന പോലെ തന്നെ വേഗമാണ് കൊളുത്തും അല്ലെ? അപ്പൊ ഉത്തരം തെറ്റാനും സാധ്യതയുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻ കൃത്യമായി വായിക്കുക. എന്താണ് ചോദ്യം കൊടുത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഏർലി ക്യാപിറ്റൽ ഓഫ് ഹർഷവർദ്ധന? നമ്മൾ പലപ്പോഴും എക്സൈറ്റ്മെന്റ് കൊണ്ട്, നമ്മൾ ഒന്നാമത്തെ ടെൻഷനിലായിരിക്കും, 2 മണിക്കൂറിന്റെ എക്സാം ആണ്, സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു കാരണം കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടെൻഷനിൽ ഏർലി എന്ന സാധനം കാണില്ല. കനൗജ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരെ കൊണ്ടുപോയി കുത്തും അല്ലെ? അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഉത്തരം പറഞ്ഞ പോലെ താനേശ്വരാണ് ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ ഏർലി ക്യാപിറ്റൽ. ഒരുപാടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഹർഷവർദ്ധനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഹർഷവർദ്ധന 590 ജനിക്കുന്നത്. അദ്ദേഹം താനേശ്വർ ബേസ്, ഇന്നത്തെ ഹരിയാനയിലോട്ട് താനേശ്വർ ബേസ്ഡ് ആണ്. പുഷ്യഭൂതി ഡൈനാസ്റ്റി അതല്ലെങ്കിൽ വർദ്ധന ഡൈനാസ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിങ് ആയിരുന്നു അദ്ദേഹം. മഹായാന ബുദ്ധിസം, ജനിക്കുന്നത് ഹിന്ദുയിസത്തിലാണെങ്കിൽ തന്നെ മഹായാന ബുദ്ധിസത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഹുയാൻസാങ് അദ്ദേഹത്തെ പൊക്കി പറയല്ല, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിയുക്കി എന്ന പുസ്തകത്തിൽ ഹുയാൻസാങ് എഴുതുന്നുണ്ട്. ഹുയാൻസാങ് ഇന്ത്യയിലേക്ക് വന്ന വർഷ സെഞ്ചുറി എന്ന് പറയുന്നത് 7th സെഞ്ചുറിയാണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോ ഹർഷവർദ്ധന്റെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് താനേശ്വരാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കനൗജ് കീഴടക്കിയിട്ട് അത് അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റലാക്കി മാറ്റുന്നുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ചാലൂക്യൻ അല്ലെങ്കിൽ ഡെക്കാനിലുള്ള ചാലൂക്യൻ കിങ് ആയിട്ടുള്ള പുലികേശി സെക്കൻഡ് ഹർഷവർദ്ധനെ 618-19 ആ റേഞ്ചിൽ പരാജയപ്പെടുത്തുന്നുണ്ട്. നർമ്മദ വാർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് മറക്കാതിരിക്കുക. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തതാണ്. ജസ്റ്റ് ആ കനൗജിന്റെ അല്ലെങ്കിൽ ഹർഷവർദ്ധനന്റെ ടോപ്പിക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ബാണഭട്ടനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്രകാരനാണ്, കോർട്ട് ഹിസ്റ്റോറിയൻ ബാണഭട്ട. അദ്ദേഹം എഴുതിയ വർക്കും ഈ ഹർഷചരിതയാണ് അദ്ദേഹത്തിന്റെ വർക്ക്. ഹർഷവർദ്ധനെ കുറിച്ചായിരുന്നു ആ വർക്ക്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഒക്കെ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് എനിക്കറിയാം, നമ്മൾ സമയപരിമിതി മൂലമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒരു ഉത്തരം കൊടുക്കൂ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ ഇതാണ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. Which inscription highlights that the Nanda exercised power over Kalinga? Okay, കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കൂ, എന്താണ് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു നോക്കൂ. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു ഉത്തരം, അതൊന്ന് ടൈപ്പ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഒരാളുകൾ ഓപ്ഷൻ 4 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞ പോലെ തന്നെ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ 4 ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹതികുംബ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്യേണ്ട ആവശ്യം, ഇപ്രാവശ്യം ചോദിച്ചത് അപ്പൊ 2023 ചോദിച്ച ചോദ്യമാണിത്. ഇതിൽ ഹതികുംബ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചാണ് ചോദ്യം. ഇതിന്റെ ഓപ്ഷൻ നോക്കൂ. ഇതിൽ ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, മധുര ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, അജണ്ട ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? ആ 3 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പോയിട്ട് അടുത്ത ഈ 3 ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 4 ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. ഇതിനെക്കുറിച്ച് കിട്ടാവുന്ന മാക്സിമം പോയിന്റ്സ് വെരി ഷോർട്ട് നോട്ട് ആക്കിയിട്ട് നിങ്ങൾ ഇതിൽ എഴുതി വെക്കുക. ഓക്കെ, മേ ബി അടുത്ത ചോദ്യം ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചായിരിക്കാം, നമുക്കറിയില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ NTA ഒരു സ്വാഭാവിക ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിച്ച ചോദ്യങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് എടുത്തൊരു ചോദ്യം, അടുത്ത പ്രാവശ്യം ചോദ്യം, അങ്ങനെ വരുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അവസാന നിമിഷമാണ്, നമുക്ക് അധികം സമയമില്ല, ഒരു 10-25 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഴ്സ് ബുക്ക് വായിക്കലല്ല, പകരം PYQs ഇതേപോലെ ചെയ്യുക. മാക്സിമം റിവിഷൻ ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതിലുള്ള ഓരോ ഓപ്ഷനും പ്രത്യേകം നിങ്ങൾ നോട്ടാക്കി മാറ്റുക. ഇപ്പൊ ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു നോട്ട് ചെയ്താം, അജന്ത ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് ജസ്റ്റ് ചെറിയൊരു പോയിന്റുകളാക്കി നമുക്ക്
നിങ്ങൾക്ക് മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് ഒരു മെമ്മറൈസ് നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, മധുര ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് എഴുതാം, ഹതികുംബ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചും നിങ്ങൾ ജസ്റ്റ് എഴുതുക. അപ്പൊ ഹതികുംബ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ കരവേല എഴുതിയ കലിംഗ ബേസ്ഡ് ആയിട്ടുള്ള റൂളർ ആയിട്ടുള്ള കരവേലൻ എഴുതിയ വർക്കാണ്. കരവേലന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ. ഇതിനെ ഹെലിഫൻ കേവ്സിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ബ്രഹ്മി ലെറ്റേഴ്സിലാണ് ഇത് എഴുതുന്നത്. ഏകദേശം 17ഓളം ലൈന് ഈ ഇൻസ്ക്രിപ്ഷനിലുണ്ട്. ഇത് ലോർഡ് ശിവക്ക് ഡെഡിക്കേറ്റ് ചെയ്ത കേവ് ആണ് എലിഫന്റ് കേവ്. അവിടെ ഉള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, പിന്നെ ഈ ഇൻസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫൗണ്ടർ ഓഫ് നന്ദ ഡൈനാസ്റ്റി മഹാപത്മനന്ദ ഹാഡ് കോൺഗേഡ് കലിംഗ ബട്ട് റൂൾ ഫോർ എ വെരി ഷോർട്ട് ടൈം. ആ സമയത്ത് ഈ മഹാപത്മനന്ദ എന്ത് ചെയ്യുന്നുണ്ട്? കലിംഗ കീഴടക്കിയ സമയത്ത് കലിംഗയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ജെയിന്റെ പ്രതിമ, ജെയിന്റെ ഒരു ഐഡിയൽ ഒരു പ്രതിമ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നുണ്ട്. അത് കരവേല പിന്നീട് തിരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻ ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ ആണ്. അതിൽ നന്ദാസിന്റെ ആക്രമണത്തെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഏർലിയസ്റ്റ് സോഴ്സസ് ഡീലിംഗ് എക്സ്ക്ലൂസീവ്ലി വിത്ത് അസ്ട്രോണമി. ഓക്കെ, നമുക്കിത് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ തന്നെ നമുക്ക് ചോദ്യം കാണുമ്പോൾ അതിൽ ചോദ്യത്തിനുള്ള ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? അപ്പൊ ജസ്റ്റ് നോക്കിക്കേ എന്തൊക്കെയാണ് ഓപ്ഷൻ. നക്ഷത്രാസ്, കേവത സൂത്ത, ദിഗനികായ, ജ്യോതിഷ വേദാംഗ. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർക്കും അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സാൻസ്ക്രിറ്റ് ടേംസിൽ നിന്ന് തന്നെ ഇതിന് ഉത്തരം കണ്ടെത്താം. എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ, എന്താണ് ഇതിന് ഉത്തരം? ഓക്കെ, കുറെ പേര് ഫോർത്ത് എന്ന് പറയുന്നുണ്ട്, ജ്യോതിഷ വേദാംഗ അല്ലെ? ഇതിൽ പ്രത്യേകിച്ച് സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ജ്യോതിഷ വേദാംഗ, ജ്യോതിഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ അസ്ട്രോണമിയായി റിലേറ്റ് ചെയ്ത് ആർക്കും അത് ജ്യോതിഷ വേദാംഗയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ചെറിയതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാണ്. വേദാംഗ ജ്യോതിഷ അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ജ്യോതിഷ വേദാംഗ. ഒന്നാമത്തെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു അസ്ട്രോളജിക്കൽ വർക്കാണ്. ഏകദേശം അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 700 മുതൽ 600 BCE വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഏതൊക്കെയാണ് 6 വേദാംഗ ഡിസിപ്ലിൻസ്? അപ്പൊ അടുത്ത പ്രാവശ്യം ചോദ്യം ചോദിക്കുക ഇതിൽ നിന്നായിരിക്കും. ഓക്കെ, ചേരുംപടി മാച്ച് ദ ഫോളോവിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ശിക്ഷ എന്ന് പറയുന്നത് ഫോണിറ്റിക്സുമായി ഈ ചോദ്യം നെറ്റിൽ NTA നെറ്റിൽ ചോദിച്ചിട്ടുണ്ട്, UGC നെറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സെയിം ചോദ്യം പാറ്റേൺ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് ഫോണിറ്റിക്സുമായി റിലേറ്റഡ് ആണ്. കൽപ്പ എന്ന് പറയുന്നത് കൽപ്പസൂത്ര ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? കൽപ്പ റിച്വൽസുമായി ബന്ധപ്പെട്ടതാണ്. വ്യാകരണ ഗ്രാമർ ആണ്. നിരുക്ത എറ്റിമോളജി ആണ്, എങ്ങനെയാണ് വേർഡുകൾ ഒറിജിൻ ചെയ്തത് എന്നുള്ള ഒരു രീതി. ചന്ത എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. ജ്യോതിഷ എന്ന് പറഞ്ഞാൽ അസ്ട്രോണമിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 6 വേദാംഗ ഡിസിപ്ലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. മാച്ച് ദ ഫോളോവിൽ മേ ബി ചോദ്യം ചോദിക്കാം. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം മേ ബി ഇങ്ങനെ ചോദ്യം ചോദിക്കാം, ആരാണ് ഹു ഇസ് ദ ഓദർ ഓഫ് ദ ജ്യോതിഷ വേദാംഗ? അപ്പൊ നോർമലി ട്രഡീഷണൽ ആയിട്ട് ആളുകൾ പറയുന്നത് ലഗാത എന്നൊരു ഓദർക്കാണ് ഈ ജ്യോതിഷ വേദാംഗയുടെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ജ്യോതിഷ വേദാംഗ ഏകദേശം 5 സോളാർ ഇയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. 67 ലൂണാർ സ്ലൈഡ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 6 വേദാംഗ ഡിസിപ്ലിനും അതിന്റെ ഇംഗ്ലീഷ് ടെർമിനോളജീസ് ആണ്. മേ ബി ചോദ്യം ചോദിക്കാം. ജ്യോതിഷ വേദാംഗ എഴുതപ്പെട്ട ട്രഡീഷണലി അക്ലൈം ചെയ്ത ആരാണ്? ലഗാതയാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇൻ ദി ഡെക്കാൻ ദ മൗര്യൻ എംപയർ വാസ് ഫോളോഡ് ബൈ ദ റൂൾ ഓഫ്. വളരെ സിമ്പിൾ ആണ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, വേഗം പെട്ടെന്ന് ആൾക്കാരെ ആൻസർ ടൈപ്പ് ചെയ്തേ. ഏതാണ്? ഓക്കെ, ഞാൻ തന്നെ ടൈപ്പ് ചെയ്തറിയാം. ഓക്കെ, സോറി. ആൻസർ 4 ശാതവാഹനാസ് ആണ്. ഓക്കെ, അപ്പൊ മൗര്യാസിന് ശേഷം ഗുപ്ത റൂൾ വരുന്നുണ്ട് അല്ലെ നോർത്ത് ഇന്ത്യയിൽ. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ആ സമയത്തൊക്കെ കൃത്യമായിട്ട് റൂൾ ഇല്ല. അവർക്ക് ശേഷം കൃത്യമായിട്ട് റൂൾ ഉണ്ടാക്കുന്നത് ശാതവാഹനാസ് ആണ് അല്ലെ? മൗര്യാസിന് ശേഷം വരുന്നത് ശാതവാഹനാസ് ആണ്. സൗത്ത് ഇന്ത്യ ഡെക്കാൻ ഏരിയ റൂൾ ചെയ്യുന്നത്. അപ്പൊ ശാതവാഹനാസിന്റെ മറ്റൊരു പേര് എന്താണ്? പുരാണാസിലൊക്കെ അവരെ മെൻഷൻ ചെയ്തിരുന്നത്. ഈ ചോദ്യവും നെറ്റിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് CUT-ലും എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ഹു ഈസ് നോൺ ആസ് ആന്ത്രാസ് ആണ്. ആരാണ്? ശാതവാഹനാസിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ അവരെ പറഞ്ഞ പേരാണ് ആന്ത്രാസ് എന്നത്. ഓക്കെ, ഡെക്കാൻ റീജിയനിലാണ് അവരുണ്ടായിരുന്നത്. പോസ്റ്റ് മൗര്യ ഇറ, മൗര്യന് ശേഷം, മൗര്യ സംഭരണന് തകർന്നതിന് ശേഷം ഒരുപാട് റീജിയണൽ എംപയേഴ്സ് ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ആ മൗര്യൻസിനെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് കേൾക്കുക. ഓക്കെ, അപ്പൊ സിമുഖയാണ് ശാതവാഹനത്തിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ ഏതാണ്? ഗൗതമി പുത്ര ശതകർണിയാണ് അല്ലെ? അവർ ഈ മാട്രിലീനിയൽ സിസ്റ്റത്തിലൂടെ വരുന്ന ആളുകളാണ് ശാതവാഹനാസ്. അതുകൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചുക. ഓക്കെ, he defeated the Shaga and claimed that Kshatriya rule Nahapana was destroyed by him. Okay, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഞാൻ ഈ
ഇപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പല്ലവാസിനെ കുറിച്ചും ഷഗാസിനെ കുറിച്ചും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പോയിന്റ് നെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, സോഴ്സ് ബുക്ക് നിന്നായാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് കുറച്ച് ഇവരെ ഗുപ്ത ടൈമിലുള്ള ക്ലാസിക്കൽ ലിറ്റററി വർക്ക്സിനും അതിന് പ്രധാനപ്പെട്ട ലിറ്റററി ഫ്രിഗേഴ്സിനും കുറിച്ചാണ് ഒരു നോട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം 2 വർഷങ്ങളിലും കീപ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദിസ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങളുടെ CUT-യിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം പോയിന്റുകൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുക. അത് കൂടുതൽ മെമ്മറിയിൽ നിൽക്കാൻ ഉപയോഗമാവും. ഓക്കെ, അതുപോലെ നമ്മൾ ജസ്റ്റ് കാളിദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായിട്ടുള്ള മാളവിയാഗ്നിമിത്രവും ദൂതകാവ്യവും മേഘദൂതം ഒക്കെ ഇതിൽ പറയും. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. 4th സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാസയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളും ഇതിൽ മെൻഷൻ ചെയ്ത് മൃച്ഛകടിക ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശൂദ്രക പറയുന്നുണ്ട്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത്, ഞാൻ ഇത് നോട്ട് സെൻഡ് ചെയ്യുന്നതാണ്, ഞാൻ ഇത് ജസ്റ്റ് വായിച്ചു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് പോകുന്നുണ്ട്. വിശാഖദത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ദണ്ഡിൻ, വാത്സായന. ഓക്കെ, ഈ പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. പോയിന്റുകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കണം. ഇത് ഞാൻ PPT സെൻഡ് ചെയ്തതാണ്. ഇത് നോക്കിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ നെറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്തതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, ഇതൊരു ട്രിക്കി അല്ല, എല്ലാവരും ദ റിയൽ ഗ്രേറ്റ്നസ് ഓഫ് ദ ചോള എംപയർ സ്റ്റാർട്ടഡ് വിത്ത് അക്സഷൻ ഓഫ്. ആരാണ് ഇതിന് ഉത്തരം? ഒന്ന് പെട്ടെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഓക്കെ, ഇതിന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. അവരിത് ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്, നമ്മൾ ഫേമസ് ആയിട്ട് പേരല്ലാത്ത മറ്റൊരു പേരാണ് അദ്ദേഹത്തിന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റേ പൊന്നിയിൽ സെൽവം മൂവി ഒക്കെ കണ്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ, അരുൺമൊഴിവർമ്മൻ. ഓക്കെ, ഉത്തരം ശരിയാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് രാജരാജ ചോളനാണ്. സോറി, ഫേമസ് ആയിട്ടുള്ള പേര് രാജരാജ ചോളനാണ്. അരുൺമൊഴിവർമ്മൻ എന്ന് ഫേമസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ചോള ഡൈനാസ്റ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. തമിഴ്നാട്ടിലുള്ള, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെല്ലാം ബേസ് ആയിട്ടുള്ള പ്രധാന 300 മുതൽ 1300 ഏർലി ചോളാസ് ഉണ്ട്, നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നില്ല. ഏർലി ചോളാസും ലേറ്റർ ചോളാസും ഉണ്ട്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ലേറ്റർ ചോളാസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പോ ഏർലി മിഡീവൽ ചോളാസ്. ഓക്കെ, അപ്പൊ ചോളാസിന്റെ ഉറയൂരായിരുന്നു അവർ മെയിൻ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വിജയലായ ചോളയാണ് ഫസ്റ്റ് ചോള. സെക്കൻഡ് ചോള, ഈ തഞ്ചാവൂർ ബേസ് ആയിട്ടുള്ള ചോള എംപയർ ഉണ്ടാക്കിയത് പ്രധാനപ്പെട്ട റൂളറാണ് രാജരാജ ചോള. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് അരുൺമൊഴിവർമ്മൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് പാണ്ഡ്യ, ചേര, സിലോൺ ബേസ് ആയിട്ടുള്ള കോൺഫെഡറേഷൻ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരുപാട് നേവിയിൽ ഭയങ്കര ഒരു മുന്നേറ്റം വ്യക്തിയാണ്. അദ്ദേഹം ശ്രീവിജയ അതല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ നമ്മളിന്ന് കാണുന്ന മ്യാൻമറും ആ ഏരിയ മൊത്തം കീഴടക്കി അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. സിലോൺ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജസ്റ്റ് തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ, തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ടാക്കിയത് ആരാണ്? അത് 1010 രാജരാജ ചോളയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, പോയിന്റ് കൃത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് ഉത്തരം കണ്ടെത്താൻ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേ, എല്ലാവരും പെട്ടെന്ന് നോക്കിയേ, നിങ്ങൾക്ക് തോന്നുന്നൊരു ഉത്തരം പറയും. ഇത് ക്രോണോളജിക്കൽ, ഇതിൽ ഞാൻ ഈ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലേക്ക് ആദ്യം നോക്കുക. നമുക്ക് കിട്ടേണ്ട ഉത്തരം 1 2 ഉത്തരം മാത്രം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ തന്നെ ആ കൃത്യമായിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷനിൽ തന്നെ ഈ CUT-യുടെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ്, ഈ ക്രോണോളജിക്കൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ 1 2 നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താം. 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 1 2 നമുക്ക് അതിൽ അറിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താവുന്നുള്ളൂ. നോക്കിയേ, ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഐഡിയ നമുക്ക് കിട്ടുന്നത് 3 സ്ഥലത്തും ഈ ആണ് കൊടുത്തിരിക്കുന്നത്. കുഷാണാസ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഹൂണാസ് വരുന്നത്. ചൈനീസ് ഫാഹിയാൻ വരുന്നതും 5th സെഞ്ചുറിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈയിലുള്ള ഏതോ ഈ 4ാമത്തെ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം അല്ലെ, അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ 3 ഓപ്ഷനിലാണ് അടുത്ത് വരുന്നത്. പിന്നെ ഇതിൽ 2 ഓപ്ഷൻ കൊടുത്തത് സി എന്ന്. അപ്പൊ നമ്മൾ ജസ്റ്റ് സിയിലേക്ക് എൻഡ് ഓഫ് കുഷാൻ പവർ. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ കൊടുത്തിരിക്കുന്നത് എ ആണ് ഇവിടെ. അപ്പൊ എ നോക്കുക, വിസിറ്റ് ഓഫ് ചൈനീസ് പിൽഗ്രിം ഫാഹിയാൻ. അപ്പൊ ഫാഹിയാൻ വന്നത് 5ാം നൂറ്റാണ്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാഹിയാൻ 5ാം നൂറ്റാണ്ടിലും ഹുയാൻസാങ് വരുന്നത് 7ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, ഈ രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചോളൂ. അപ്പൊ എന്തായാലും കുഷാണാസിന്റെ പവർ കഴിഞ്ഞിട്ടാണല്ലോ ഫാഹിയാൻ വരുന്നത്. ഒരു ക്രോണോളജിക്കൽ ജസ്റ്റ് ഒരു ഐഡിയ ഉള്ള ആളുകൾക്ക് അറിയാം കുഷാണാസ് ആണ് ആദ്യം വരുന്നത് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് ഇതും കട്ട് ചെയ്യാൻ പറ്റും. 3ഉം 4ഉം നമുക്ക് കട്ട് ചെയ്താൽ പിന്നെ ഓപ്ഷൻ 2 ഉള്ളത്. 2 സി, ഇത് 2 ബി ആണ്. ബി നോക്കിയേ, ഗുപ്താസ് ഗെയിൻഡ് പവർ. അപ്പൊ ആദ്യം വരുന്നത് സി ആണ്, എൻഡ് ഓഫ് കുഷാണ പവർ ഇൻ നോർത്ത് ഇന്ത്യ.
രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ബി ആണ്. നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം അല്ലെ, ബി എന്താണ്, ഗുപ്താസ് ഗെയിൻഡ് പവർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കും. അടുത്ത് നോക്കുമ്പോൾ ഓപ്ഷൻ കാണിക്കുന്നത് എന്താണ്, ഡി ആണ് അല്ലെ. ഡി നോക്കിയേ, എൻഡ് ഓഫ് സ്കന്ദഗുപ്താസ് റെയിൻ. തൊട്ടതായുള്ള എ നോക്കിയേ, എ നോക്കുമ്പോൾ വിസിറ്റ് ഓഫ് ഫാഹിയാൻ ഇൻ പിൽഗ്രിമേജ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇതിന് ഉത്തരം ഏതാണ്, ഫാഹിയാൻ 5th സെഞ്ചുറിയിലാണ്. സ്കന്ദഗുപ്ത വരുന്നപ്പോഴാണ് ഗുപ്ത റൂളറിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേറ്റസ്റ്റ് റൂളർ ആണ് സ്കന്ദഗുപ്തൻ അല്ലെ. അപ്പൊ അദ്ദേഹം നാപ്പോളിയൻ ഓഫ് ഇന്ത്യ അല്ലേനാ? അല്ലല്ല, മാറിപ്പോയി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സ്കന്ദഗുപ്ത ലാസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ലാസ്റ്റ് റൂളർ അല്ല, ലാസ്റ്റ് പവർഫുൾ, ലാസ്റ്റ് മുഗൾ, നമ്മൾ പവർഫുൾ ആയിട്ട് മുഗൾസ് എന്ന് പറയില്ല, ഔറംഗസേബിനെ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഗുപ്ത റൂളർ ആണ് സ്കന്ദഗുപ്ത. അപ്പത്തെ നമുക്ക് ഇത് ഉത്തരം സിമ്പിൾ ആയി കിട്ടില്ല. എന്താ അതിന്റെ ഉത്തരം? അത് രണ്ടാണ് അല്ലെ, CBADE. ആരാ കൊടുത്തി, അഫ്നിയ ആണെന്ന് തോന്നുന്നു, ആരോ ഇതിനകത്ത് ഉത്തരം എഴുതി വിട്ടിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് ഉത്തരം, കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ കിട്ടേണ്ട ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യം ഓപ്ഷനിലേക്ക് നോക്കുക, ഓപ്ഷനിൽ എങ്ങനെയാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഈസിയാണ് CUT-യുടെ ഈ ക്രൊണോളജിക്കൽ ബേസ്ഡ്. അപ്പൊ നമ്മൾ കനിഷ്കയെ കുറിച്ച് പറഞ്ഞു വരുന്നു. കനിഷ്ക സക്സീഡഡ് ബൈ ഹിസ് സൺ വശിഷ്ഠയാണ് ഭുവിഷ്ക. കനിഷ്ക ആ റൂൾ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ശ്രീഗുപ്ത, ഗുപ്ത എംപയർ ഫസ്റ്റ് സ്ഥാപിക്കുന്ന ആൾ ശ്രീഗുപ്തയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സ്കന്ദഗുപ്ത നമ്മൾ പറഞ്ഞു. ഫാഹിയാൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 5ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം ഒരുപാട് സാംസ്കൃത് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന്, ബുദ്ധിസത്തെ കുറിച്ചുള്ള വർക്കുകളൊക്കെ ഇവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്കന്ദഗുപ്ത ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. അദ്ദേഹം കുമാരഗുപ്തയുടെ മകനാണ്. 455 5ാം നൂറ്റാണ്ടിൽ തന്നെയാണ് അദ്ദേഹം. 455കളിലാണ് അദ്ദേഹം സ്ക്രോൺ അസെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 12ഓളം വർഷം ഭരിച്ചെന്നാണ് ഒരു അറിവ് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് വിക്രമാദിത്യ. ഒരുപാട് കാര്യങ്ങളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഈ പുഷ്യമിത്രാസിനൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിക്രമാദിത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈസ് വൈഡ്ലി റിഗാർഡ് ആസ് ദ ഫൈനൽ ഓഫ് ദ ഗ്രേറ്റ് ഗുപ്ത എംപർ. ഈ പോയിന്റ് ജസ്റ്റ് നോട്ട് നിൽക്കാം. പിന്നെ നമ്മൾ അടുത്ത ഓക്കെ, ഹൂണാസിനെ കുറിച്ച്. ഹൂണാസിന്റെ ആക്രമണം 528 മിഹിരകുലയെ പരാജയപ്പെടുത്തുന്നത് 2 കോൺഫെഡറസിയാണ്. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് വെച്ചോളൂ. ഇന്ത്യൻ കിങ് ആയിട്ടുള്ള യശോവർമ്മനും ഗുപ്ത റൂളർ ആയിട്ടുള്ള നരസിംഹ ഗുപ്തയും കൂടി ചേർന്നിട്ട് ഒരു കൊയിലീഷൻ ഉണ്ടാക്കി, കോൺഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഹൂണ കിങ് ആയിട്ടുള്ള മിഹിരകുലയെ 528 പരാജയപ്പെടുത്തുന്നത്, മാൾവയിൽ നിന്ന് പരാജയപ്പെടുത്തുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അടുത്തും അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഒന്ന് നോക്കിക്കേ. മെഗസ്തനീസ് റോട്ട് ഇൻഡിക്ക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇത് കൺഫേം ആണ് അല്ലേ. പിന്നെ അടുത്ത് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ ഇട്ടേ. ചോദ്യം ഞാൻ വായിക്കാം. മെഗസ്തനീസ് റോട്ട് ഇൻഡിക്ക. ദ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ ഈസ് റിട്ടൺ ഇൻ സാംസ്കൃത്. നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ വാസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. ജിയോഗ്രഫി ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഉത്തരം എന്താണ്? മൂന്നാമത് ഉത്തരമാണ്, A and D ആണ്. കൃത്യമായി ഇതിൽ അത് ഒന്നെന്ന് കണ്ട് മെഗസ്തനീസ് റോട്ട് ഇൻഡിക്ക, അത് കറക്റ്റ് ആണല്ലേ, ഇതിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉത്തരം നമുക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വെട്ടാം, നാലാമത്തെ ഓപ്ഷൻ വെട്ടാം. കാരണം A ഇല്ല. മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എഴുതിയെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം, ഒന്നോ അല്ലെങ്കിൽ മൂന്നോ, ഇതായിരിക്കും ഇതിന്റെ ഉത്തരം. അപ്പൊ അടുത്ത് നോക്കുക, ഇതിൽ B ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. B എന്താണ്? പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ ഈസ് റിട്ടൺ ഇൻ സാംസ്കൃത്. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഗ്രീക്കിൽ റൈറ്റ് ചെയ്ത ഒരു അനോണിമസ് ആയിട്ടുള്ള ഓതർ ഗ്രീക്കിൽ എഴുതിയ ഒരു വർക്കാണ് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. അത് 1ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വർക്കാണ്. കൃത്യമായി നോട്ട് വെച്ചോളൂ, അത് സാംസ്കൃതിലല്ല. ഇതിന്റെ ഓതറെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ പുസ്തകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന ഗ്രീക്ക് ഹിസ്റ്റോറിയൻസിന്റെ പുസ്തകങ്ങളിലൂടെയാണ് നമുക്ക് ഈ പുസ്തകത്തെ കുറിച്ച് അറിവ് കിട്ടുന്നത്. ഇതൊരു നാവിഗേഷനിലുമായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നടക്കുന്ന കച്ചവടവും നാവിഗേഷനും ട്രേഡും കൊമേഴ്സും അതിനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ബുക്കാണ്. അപ്പോൾ ഈ B തെറ്റാണല്ലേ, സാംസ്കൃതിക വേർഡ് കണ്ടെത്താൻ, ഒരു കീവേഡ് കണ്ടെത്താൻ നമ്മൾ ഇത് തെറ്റി. പിന്നെ ആകെ ചാൻസ് ഉള്ളത് ഒറ്റ ഉത്തരമാണ്, അത് മൂന്നാമത്താണ്, A and D. അപ്പൊ ഡിയിലേക്ക് ഒന്ന് പോയ ജിയോഗ്രഫി ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക്. ഓക്കെ, അപ്പൊ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ NCERT ജിയോഗ്രഫി അല്ല, ടോളമിയുടെ എഴുതിയതാണ്, അത് ടോളമിയാണ്, അത് ഗ്രീക്കിൽ എഴുതിയ വർക്കാണ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. A യും D യും ആണ്. ഓപ്ഷൻ നോക്കൂ, A യും D യും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ. ചാടിക്കയറി ഉത്തരം നമുക്ക് അറിയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെ, മെഗസ്തനീസ് റോട്ട് ഇൻഡിക്ക, അത് മാത്രം നമുക്ക് അറിയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് കറക്കിയിട്ട് ഓക്കെ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സാംസ്കൃതത്തിലായിരിക്കാം എന്നൊരു ഊഹത്തോടു കൂടി അങ്ങനെ ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക, ഓപ്ഷനും കൃത്യമായി നോക്കുക. ക്രൊണോളജിക്കൽ ടൈപ്പ് അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക്. ഓക്കെ, കൃത്യമായി ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇതിന്റെ ഒരു ഓപ്ഷൻ, മെഗസ്തിനെ കുറിച്ച്, മെഗസ്തിനിസ് എന്താണ്? മെഗസ്തിനിസ് എന്ന് പറയുന്നത് സെലൂക്കാസ് ഓഫ് നിക്കേറ്റർ എന്ന ഗ്രീക്ക് റൂളറുടെ
പേർഷ്യൻ ഗ്രീക്ക് റൂളറുടെ അംബാസിഡർ ആയിരുന്നു മെഗസ്തിനിസ്. ഓക്കെ, കൃത്യമായി നോട്ട് വെച്ചോളൂ. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്കാണ് വരുന്നത്, ഓർത്ത് വെച്ചോളൂ. പിന്നെ ഈ ബുക്ക് പെരിപ്ലസ് ഓഫ് എരിത്രൻ 3 എന്ന് എഴുതിയത് ഗ്രീക്ക് വർക്കിലാണ്. കോയിനെ ഗ്രീക്ക് ആണ് പ്രോപ്പർ ലാംഗ്വേജ്, ഗ്രീക്ക് ലാംഗ്വേജിലാണ് ഇത് എഴുതിയത്. അതിനൊരു അനോണിമസ് ഓതർ ആണ്. അത് ആരെ എഴുതിയത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പിൽക്കാലത്ത് വന്ന ഹിസ്റ്റോറിയൻസിന്റെ വർക്കിലാണ് നമ്മൾ ആ പുസ്തകം തിരിച്ചെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്റോറിയ എന്ന് എഴുതിയത് പ്ലിനി ദ എൽഡർ എഴുതിയ വർക്കാണ് നാച്ചുറലിസ് ഹിസ്റ്റോറിയ. ഓക്കെ, പിന്നെ ജിയോഗ്രഫി എഴുതിയ ആരാണ്? ടോളമിയുടെ ജിയോഗ്രഫി, ക്ലോഡിയസ് ടോളമി 150 AD അലക്സാണ്ടറിൽ വെച്ച് എഴുതിയ വർക്കാണ് ജിയോഗ്രഫി. അത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കോസ്മോഗ്രാഫിയും ഗ്രാഫും അറ്റ്ലസും കാർട്ടോഗ്രഫിയും മാപ്പ് മേക്കിങ്ങിനെ കുറിച്ചാണ് ഇത് പുസ്തകം പറയുന്നത്. ഓക്കെ, കൃത്യമായി നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ ഓക്കെ, ചോദ്യം കൃത്യമായി മനസ്സിലാവുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മീമാംസ ലിറ്ററലി മീൻസ്, എന്താണ് മീമാംസ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം ടൈപ്പ് ചെയ്തേ. ഡിസ്കഷൻ ഓഫ് മെറ്റീരിയൽ എലിമെന്റ്സ്, ദ ആർട്ട് ഓഫ് റീസണിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള മീൻസ് ഓഫ് അറ്റൈനിങ് സാൽവേഷൻ, ഡിവോഷൻ ആൻഡ് സാൽവേഷൻ. നമ്മൾ ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മീമാംസ എന്ന് പറയുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യാഖ്യാനമാണ് അല്ലെ. പൊളിറ്റിക്കൽ വ്യാഖ്യാനം ആ വേർഡിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ്? ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ അതിന്റെ ഉത്തരം എന്താവാൻ സാധ്യത? ദ ആർട്ട് ഓഫ് റീസണിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ മീമാംസ എന്ന് പറയുന്നത് ഹിന്ദു ഫിലോസഫിയിൽ പെടുന്ന ഒരു സംഭവമാണ്. നമ്മൾ കുറച്ച് ഫിലോസഫി പഠിച്ചിട്ടുണ്ട് അല്ലെ. സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, വേദാന്ത. ഓക്കെ, ഇതൊക്കെ ഒരു ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്, സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അടുത്ത പ്രാവശ്യം മേ ബി ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഈ ഫിലോസഫേഴ്സും അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫൗണ്ടേഴ്സും അതല്ലെങ്കിൽ ആ കാര്യം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഇന്റർപ്രറ്റ് ചെയ്ത വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക. മീമാംസയുടെ കൃത്യമായിട്ടുള്ള സാംസ്കൃത മീനിങ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു കാര്യത്തെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് മീമാംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർവ്വമീമാംസ, ഉത്തരമീമാംസ എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചുള്ളൂ. സാങ്ക്യ ഫിലോസഫി ആരുമായി റിലേറ്റഡ് ആണ്? കപിലയുമായി റിലേറ്റീവ് ആണ്. യോഗ ഫിലോസഫി പതഞ്ജലിയുമായി റിലേറ്റഡ് ആണ്. ന്യായ ഫിലോസഫി സ്കൂൾ ഓഫ് തോട്ട് എന്നാണ്, ഗൗതമ മുനിയുമായി ബന്ധപ്പെട്ടതാണ്. ഗൗതമ അങ്ങനെ ഓർത്താലും മതി. വൈശേഷിക കാനഡ, പൂർവമീമാംസ ജൈമിനി. ഓക്കെ, ഈ 6 ഫിലോസഫിയും കൃത്യമായിട്ട് സ്കൂൾ ഓഫ് തോട്ട്സും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. മേ ബി ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഷ്യന്റ് ആണ്, നമുക്ക് കുറച്ച് സാംസ്കൃത് ടേംസും ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കിയാൽ വളരെ ഈസിയാണ്. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പോവാത്തൊരു സംഭവങ്ങളാണ്. ഓക്കെ, ഭയങ്കര സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഭൈരവീസ് കിരാതാർജുനീയം ഡിസ്ക്രൈബ്ഡ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ശിവ ആൻഡ് അർജുന ഇൻ. എത്ര ചാപ്റ്ററിലാണ് ശിവയും അർജുനയും തമ്മിലുള്ള കോൺഫ്ലിക്ട് ഭൈരവിയുടെ കിരാതാർജുനീയം എന്ന വർക്കിൽ? ടു ബി ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ചോദ്യം കണ്ടപ്പോൾ എനിക്കും ഇതിന് ഉത്തരം അറിയില്ല. ഓക്കെ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ് കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെയാണ്? 18 കാൻഡോസ്, 20 കാൻഡോസ്, 60 കാൻഡോസ്, 21 കാൻഡോസ്. നമ്മൾ ചാപ്റ്റർ, ഈ കാൻഡോൺ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സിനാണ്. ഓക്കെ, ഭാഗങ്ങൾ എന്ന് പറയില്ലേ, 1ാം ചാപ്റ്റർ, 2ാം ചാപ്റ്റർ, KGF 1, KGF 2 എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. അപ്പൊ പവിത്ര പറയുന്നുണ്ട് 1 ഓപ്ഷൻ എന്നല്ലേ, 18 കാൻഡോസ്. ശരിയാണ്, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 18 കാൻഡോസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തെ കുറിച്ചും ചോദ്യം ചോദിക്കാം, മേ ബി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മഹാഭാരതം എത്ര പർവ്വത്തിലാണ് എഴുതിയിരിക്കുന്നത്, എത്ര ഭാഗങ്ങളിലാണ്? അതും 18 ആണ് അല്ലെ, അതും 18 ഭാഗങ്ങളായിട്ട് എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നത്, ഭൈരവിയുടെ എപ്പിക് ആയിട്ട് ഒരു പോയമാണ് കിരാതാർജുനിയ. അത് സംസ്കൃതത്തിൽ എഴുതിയ ഒരു വർക്കാണ്. ഇതിൽ 18ഓളം കാൻഡോസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഒരു ബാറ്റിൽ ബിറ്റ്വീൻ അർജുന ആൻഡ് ലോർഡ് ശിവയെ കുറിച്ചാണ് പറയുന്നത്. ശിവയുടെ ഫോം ഏതായിരുന്നു? അദ്ദേഹം ഒരു അവതാരമാണ് കിരാത എന്ന അവതാരം പെട്ടതെന്നാണ് വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 3 ലാർജസ്റ്റ് സംസ്കൃത് മഹാകാവ്യാസ് ആണ്, ഗ്രേറ്റ് എപ്പിക്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാണ്. Who among the following was the female devotee of Shiva? ഇതെല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് അല്ലെ, പ്രത്യേകിച്ച് ഞാൻ അതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബെസ്റ്റ് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും, നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം.
ഒരുപാട് ചോദ്യം ഇനിയും പോകാനുണ്ട്. 15ഓളം ചോദ്യം മാത്രമായിട്ടുള്ളൂ. പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2ആണ്. ആണ്ടാളല്ല, കാരയ്ക്കൽ അമ്മയാറാണ് ഇതിന്റെ ഉത്തരം. ശിവ ഡിവോട്ടിയാണ്. കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ, ഒരു കാരണവശാലും മാറരുത്. കാരയ്ക്കൽ അമ്മയാർ അദ്ദേഹത്തിന് ശരിക്കുള്ള കാരയ്ക്കൽ അമ്മയാറിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ റിവേർഡ് മദർ ഓഫ് കാരയ്ക്കൽ. ഓക്കെ, കാരയ്ക്കലുള്ള റിവേർഡ് മദർ, വൺ ഓഫ് ദ 3 വുമൺ എമംഗ്സ് ദ 63 Nayanas and one of the great figure in early Tamil literature. ഓക്കെ, കൃത്യമായി നോട്ട് വെച്ചോളൂ. ഏറ്റവും ശിവയുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി ആണ്. അതെ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി ഓഫ് ശിവയാണ്. അവരെവിടെയാണ് ബേസ് ചെയ്തിരുന്നത്? സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലെ ആ കാരയ്ക്കലിലാണ് ബേസ് ചെയ്തിരുന്നത്. ഓക്കെ, നെയ്മഡ് പുനിതാവതി. ഈ പോയിന്റ് നോട്ട് വെച്ചോളൂ. മേ ബി അടുത്ത ചോദിച്ചിരിക്കാം. പുനിതാവതി എന്നറിയപ്പെടുന്ന ഭക്തി സെയിന്റ് ആരായിരുന്നു? അത് കാരയ്ക്കൽ അമ്മയാറായിരുന്നു. ലോർഡ് ശിവയെ വേർഷിപ്പ് ചെയ്തിരുന്ന ആളാണ്. ഓക്കെ, പിന്നെ ഇറ്റ് വാസ് കാരയ്ക്കൽ അമ്മയാർ ഹു സാങ് തിരുപ്പുപതികം എന്ന വർക്ക് എഴുതിയത് അല്ലെങ്കിൽ പാടിയത് ആരാണ്? അതും കാരയ്ക്കൽ അമ്മയാരാണ്. ഓക്കെ, കൃത്യമായി നോട്ട് വെച്ചോളൂ. നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വിഷ്ണു ഡിവോട്ടീസ് ആയിട്ടുള്ള ഈ ആളുകളെ പേരുകളും മീര, ആണ്ടാൾ, മരീച്ചി, ഇതൊക്കെ വിഷ്ണുവിന്റെ ഡിവോട്ടീസ് ആണ്. ഇവരെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷനിൽ പോയിട്ട് കൃത്യമായിട്ട് അതിനെ കുറിച്ച് നോട്ട് ചെയ്തിരിക്കുക. മേ ബി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം ആണ്ടാളിൽ നിന്നായിരിക്കും. ആണ്ടാൾ വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിവോട്ടി ഓഫ് വിച്ച് ഡിറ്റി ഒക്കെ ചോദ്യം ചോദിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പോയിന്റുകൾ ഗ്യാദർ ചെയ്യുക. നമ്മൾ അടുത്ത ചോദ്യം പറയുന്നത്, ട്രാൻസിഷൻ ഫ്രം നിയോലിത്തിക് ഏജ് ടു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫസ്റ്റ് ടുക്ക് പ്ലേസ് ഇൻ. ആദ്യമായിട്ട് എവിടെയാണ് കിട്ടുന്നത്? ഇതും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഓക്കെ, ഓപ്ഷൻ ഇപ്പൊ തന്നെ വരാൻ തുടങ്ങി. പെട്ടെന്ന് വന്നോളൂ, എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. മെസപ്പൊട്ടോമിയയിൽ, കാരണം ആദ്യത്തെ സിവിലൈസേഷൻ വരുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. ഈ സംഭവം നിയോലിത്തിക്കിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് വന്ന അല്ലെങ്കിൽ ആദ്യത്തെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് സുമേറിയൻ സിവിലൈസേഷൻ അതല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കുക, who wrote the glaring account of the military exploits of സമുദ്രഗുപ്ത? ഈ ഒരു ചോദ്യം കാണുമ്പോൾ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ. ഹരിസേന, മേഘവർമ്മൻ, കാളിദാസൻ, യശോധർമ്മൻ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഇപ്പൊ സമുദ്രഗുപ്ത എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഉള്ള ഒരു സംഭവമാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എവിടെ ഉണ്ടോ അത് നമ്മൾ റിലേറ്റ് ചെയ്ത് വായിക്കേണ്ട ആരുമായിട്ടാണ്? ഹരിസേനയുമായിട്ടാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഹരിസേനയാണ്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സമുദ്രഗുപ്ത, അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ. ഈ ചോദ്യം ചോദിക്കാം, നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ഈസ് നോൺ ബൈ വൂം? സമുദ്രഗുപ്ത ആണ് അല്ലെ. അദ്ദേഹം ഒരു ഗ്രേറ്റ് വാരിയർ ആണ്, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് A.V. സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതിന്റെ മറ്റൊരു പേരെന്താണ്? പ്രയാഗ് പ്രശസ്തി. ഇതൊന്നും ഞാൻ വെറുതെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതല്ല. അടുത്ത പ്രാവശ്യങ്ങളിലായിട്ട് നമുക്ക് ഈ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നോട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാണ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മാക്സിമം ഈ ഓപ്ഷനിൽ കൊടുത്തത് ആളുകളെ വിവരം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷനിലുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോളൂ. അടുത്ത ചോദ്യങ്ങൾ 2022 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പല ചോദ്യങ്ങളും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ 2022 ചോദിച്ച പല ചോദ്യത്തിന്റെ ഓപ്ഷനിൽ നിന്നാണ് 2023 ചോദിച്ച ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സമുദ്രഗുപ്തനെ പ്രയാഗ് പ്രശസ്തിയെ കുറിച്ച് പറഞ്ഞു. പ്രയാഗ് പ്രശസ്തി എഴുതിയത് അദ്ദേഹത്തിന്റെ കോർട്ട് പോയിന്റ് ആയിട്ടുള്ള ഹരിസേനയാണ്. ഓക്കെ, അപ്പൊ ഹരിസേന എന്താണ് ഈ പ്രയാഗ് പ്രശസ്തിയിൽ അല്ലെങ്കിൽ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത്? അത് സമുദ്രഗുപ്ത അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വോളജിയാണ്, അദ്ദേഹത്തെ കുറിച്ച് പൊക്കിയടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അപ്പർ പാലിയോലിത്തിക് ഏജ് കെയിം ടു ആൻ എൻഡ് വിത്ത് ദ എൻഡ് ഓഫ് ഐസ് ഏജ്. അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തത് എന്താണ്? ഇറ്റ് വാസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്. ഇനി ഓപ്ഷൻ നോക്കിയേ. ബോത്ത് എ ആൻഡ് ആർ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Both A and R is true, but R is not the correct explanation of A. A is true, but R is false. A is true. A is false, but R is true. Fake അല്ല, false ആണ്. ഓക്കെ, സോറി. അപ്പൊ ജസ്റ്റ് നോക്കിയേ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർക്കും മനസ്സിലാവും അല്ലെ. ഇവർ കൊടുത്തിട്ട് ഓപ്ഷൻസ് വന്നു 3 ആണ് അല്ലെ. ശരി തന്നെയാണ്, 3 ഉത്തരം. കാരണം ഒരിക്കലും ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ അപ്പർ പാലിയോലിത്തിക്കിനും ഇതിനൊക്കെ കാരണമാവുക? അപ്പർ പാലിയോലിത്തിക് ഏജ് കെയിം ടു ആൻ എൻഡ് വിത്ത് ദ ഐസ് ഏജ്. നമ്മൾ പ്ലേസ്റ്റോസീനും സെനോസീനും ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. അത് അറിയാത്തവർ ദയവ് ക്ലാസ് എടുത്ത് നോക്കുക. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലേസ്റ്റോസീനും സെനോസീനും. പ്ലെനോസീന്റെ അവസാന ഘട്ടത്തിലേക്കാണ് അപ്പർ പാലിയോലിത്തിക് വരുന്നത്. അപ്പൊ ഐസ് ഏജിന്റെ ആ കാലഘട്ടത്തിലാണ് അപ്പർ പാലിയോലിത്തിക് കെയിം ടു ആൻ എൻഡ് ചെയ്യുന്നത്. അതിന് കാരണം വേറെ പല കാരണങ്ങളാണ് അല്ലെ. ഗ്ലോബൽ വാർമിംഗ് അല്ല, ക്ലൈമാറ്റിക്കലായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഗ്ലോബൽ വാർമിംഗ് അല്ല അതിന്റെ കാരണം അല്ലെ. ഓക്കെ,
അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ലാൻഡ്സ് വേർ ബീയിങ് ഗ്രാൻഡഡ് ടു ബ്രാഹ്മിൻസ് ഡോണീസ് ബൈ ദ കിങ്. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ചോദ്യം എന്താണ് വരുന്നത്? വാട്ട് വേർ ദീസ് ലാൻഡ്സ്? വളരെ ഈസിയാണ്. ചോദ്യം നോക്കൂ. സസാൻ, ബ്രഹ്മദേയ, ഗമ, വനിപതാസ് അല്ലേ? എന്താണ് ഉത്തരം? ഉത്തരം നമുക്ക് കുട്ടികൾ ഉത്തരം ടൈപ്പ് ചെയ്യുന്നില്ല. എല്ലാവരും ടൈപ്പ് ചെയ്യും പെട്ടെന്ന്. ഉത്തരം 2 ആണ്. ബ്രഹ്മദേയ ലാൻഡ്സിനെയാണ് ബ്രാഹ്മിൻസിന് കിങ് ദാനമായി കൊടുത്തുന്ന ലാൻഡ് ഫ്രീ ആയിട്ടില്ല, സോറി ടാക്സ് ഫ്രീ ആയിട്ടില്ല, ഇതിൽ ടാക്സ് ഒന്നും കിങ് ഈടാക്കിയിട്ടില്ല, ടാക്സ് ഫ്രീ ആയിട്ടുള്ള ലാൻഡ്സിനെ പറയുന്നതാണ് ബ്രഹ്മദേയ ലാൻഡ്സ് അല്ലേ? അപ്പൊ വളരെ കൃത്യമായി ഒരുപാട് പേര് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ബ്രഹ്മദേയ വില്ലേജ് എന്താണ്? ടാക്സ് ഫ്രീ. ആ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. മേ ബി നമുക്ക് അടുത്ത ഒരു അസേഷൻ റീസണിലൊക്കെ ചോദ്യം ചോദിക്കാം. ബ്രഹ്മദേയ വില്ലേജുകളായിട്ട് കൊടുക്കാറുണ്ട്. ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് ആയിട്ടുള്ള അഗ്രഹാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സ് ഒന്നും വാങ്ങാതെ ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ലാൻഡ്സിനെയാണ് ബ്രഹ്മദേയ ലാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. വളരെ ഈസി ആണല്ലേ? പ്രത്യേകിച്ച് ഞാൻ ഈസി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഈസി ആയതുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് നോക്കിയേ, ഇതിന് ഉത്തരം എന്ന് പറഞ്ഞു എല്ലാവരും ടൈപ്പ് ചെയ്തേ. വേദിക് ടെക്സ്റ്റ്, സംഘം ലിറ്ററേച്ചർ, പ്രാകൃത് ആസ് ദ ലിംഗ്വ ഫ്രാങ്ക, സാംസ്കൃത് ആസ് ദ സ്റ്റേറ്റ് ലാംഗ്വേജ്. ഓക്കെ, ഓപ്ഷൻ ഞാൻ ഈ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് നോക്കുമ്പോൾ തന്നെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻ ഉത്തരം എന്താ കൊടുത്തിരിക്കുന്നത്? മൂന്നാമത്തെ ഉത്തരം എന്താ കൊടുത്തത്? നിങ്ങളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത്. വേദിക് ടെക്സ്റ്റ് എന്നാണ് ഉണ്ടായത്? വേദിക് ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞ അതിന്റെ ടൈം ക്രോണോളജി വീണ്ടും നമ്മൾ പറഞ്ഞതാണ് 1500 മുതൽ 500 BC നമ്മളെ വേദിക് ടെക്സ്റ്റുകൾ ഉണ്ടാകുന്നത് അല്ലേ വരുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 3 റിലേറ്റ് ആണ്. അവിടെ നോക്കിയേ, A 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടുന്ന് വെട്ടാം. ഓക്കെ, അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. 3 ഉണ്ട്. രണ്ടാമത് സംഘം ലിറ്ററേച്ചർ എന്നാണ്? സംഘ ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. 300 BC മുതൽ AD 600 വരെ ഉണ്ടായതാണ് സംഘം ലിറ്ററേച്ചർ അല്ലെ? ഏകദേശം ഒരുപാട് 6, 7, 8 നൂറ്റാണ്ടുകളായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് സംഘങ്ങൾ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഘ ലിറ്ററേച്ചർ വന്നപ്പോ. ആ ഒറ്റൊന്ന് കിട്ടിയപ്പോ തന്നെ ഉത്തരം ശരിയായോ ഇവിടെ? ഒരു മിനിറ്റ് എടാ, ഞാൻ ഇപ്പൊ വിളിക്കാം. 10 മിനിറ്റ് ഞാൻ കുറച്ചു വിളിക്കാം. താങ്ക് യു. അപ്പൊ ഇവിടെ ശരിയായി, സംഘ ലിറ്ററേച്ചർ വന്നു. ഇപ്പൊ പ്രാകൃതാസ ലിംഗ്വ ഫ്രാങ്ക്വ എങ്ങനെയാണ്? അതിന്റെ C3 AD 4-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ഇത് വരുന്നുണ്ട്. സോറി, പ്രാകൃത് വരുന്നുണ്ട് അല്ലെ? നമ്മുടെ ബുദ്ധിസം ചൈനീസ് ഒക്കെ പഠിക്കുന്ന സമയമാണ് അവര് കൂടുതലായിട്ട് ലോക്കൽ ലാംഗ്വേജസ് ആണ് ഇതാക്കിയിരുന്നത് അല്ലെ? സോറി, ഓക്കെ, സംസ്കൃത് ആസ് സ്റ്റേറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് D4 ആണ് അല്ലെ? 4-ാം നൂറ്റാണ്ട് മുതലാണ് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞാണ് മൗര്യൻ കൃത്യമായിട്ട് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നത് പിൽക്കാലത്താണ്. അപ്പൊ ഒരു സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് അപ്പോഴാണ്. ഓക്കെ, അതിന് ഉത്തരം കൃത്യം. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതിൽ കൊടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡറിൽ. ഓക്കെ, ഇതും കുറച്ച് ഈസി ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നിങ്ങളായിട്ടുള്ള ഉത്തരം പറഞ്ഞെല്ലാരും. ഇതിന് ഉത്തരം എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഒഡീസിയ, സുധാ നിപാത, ഋഗ്വേദ, ബ്രാഹ്മണാസ്, ഇൻഡിക്ക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറിയുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ഋഗ്വേദ എല്ലാവർക്കും അറിയാം അല്ലെ? അതിന്റെ ഉത്തരം ആയിട്ട് വരുന്നത് ഒന്നാമത്താണ്. കാരണം ഋഗ്വേദയാണ് ആദ്യം ഉണ്ടാകുന്നത്. 1500 മുതൽ 1000 BC നമ്മൾ ഋഗ്വേദ, ലേറ്റർ ഋഗ്വേദിക് പീരീഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം വരെ ഏറ്റവും ചാൻസ് ഉള്ളത് ഋഗ്വേദയാണ്. അപ്പൊ C വരുന്നു. C വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വെട്ടാം, 4-ാമത്തെ ഓപ്ഷനും വെട്ടാം. പിന്നെ ഉള്ളത് 2 ഓപ്ഷനാണ്. പിന്നെ ഒറ്റ ഉത്തരം കൂടി ഒന്നുകൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം ശരിയാ. അപ്പൊ ഒന്നാമത്തെ D നോക്കൂ. D എന്താ വരുന്നത്? D ദ ബ്രാഹ്മണാസ്. അപ്പൊ ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? A ആണ്, ഹോമേഴ്സ് ഇലിയഡ് ആൻഡ് ഒഡീസ. അപ്പൊ ഹോമേഴ്സ് ഇലിയഡ് ഒഡീസ ഒക്കെ വരുന്നത് ലേറ്റർ കാലത്ത് ഗ്രീക്കുകാർ എന്തുണ്ട് കൃത്യമായിട്ട് അവർ മറ്റേ സിറ്റി സ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു കൃത്യമായിട്ട് ലിറ്ററേച്ചർ വരുന്നത് ഗ്രീക്കിൽ ഹോമറിന്റെ ഒഡീസി വരുന്നത് പിൽക്കാലത്താണ്. ഈ ഋഗ്വേദത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആയിട്ടുള്ള ബ്രാഹ്മണാസ് തൊട്ടടുത്ത വർഷങ്ങളിലായിട്ട് തന്നെ പല ബ്രാഹ്മണാസ് നമ്മൾ പഠിച്ചല്ലേ? ശതപഥ ബ്രാഹ്മണ, അങ്ങനത്തെ ഒരു ബൗദ്ധയാന ബ്രാഹ്മണ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഇത് വരുന്നുണ്ട്. ഋഗ്വേദ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ബ്രാഹ്മണാസ് ആണ്. ഓക്കെ, അപ്പോ സിയും ഡിയും ഇവിടെ കണ്ടു. അത് ഉത്തരം കിട്ടി, നമുക്ക് ഉത്തരം കിട്ടിയോ? സിയും ഡിയും കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എയിലാണ്.
പിന്നെ വരുന്നത് എ ഹോമേഴ്സ് ആൻഡ് ഇലിയഡ് ആൻഡ് ഒഡീസ വരുന്നുണ്ട് ഹോമറിന്റെ. പിന്നെ വരുന്നത് ഇ ആണ് ഇന്ത്യക്ക 1-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് എഴുതപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ബി ആണ് സുതാനിപ്പത പിൽക്കാലത്ത് എഴുതപ്പെട്ട വർക്കാണ്. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കൂ. 1500 മുതൽ 1000 BC യിലാണ് ഋഗ്വേദം എഴുതുന്നത്. ബ്രാഹ്മണാസ് എഴുതുന്നത് 10 മുതൽ 9 നൂറ്റാണ്ടുകളിലാണ്. BC ആണ്. ഓക്കെ, ഇലിയഡ് ആൻഡ് ഒഡീസ വരുന്നത് 7th century BC യിലാണ്. ഇന്ത്യക്ക് വരുന്നത് ഫസ്റ്റ് ഓർ സെക്കൻഡ് സെഞ്ചുറി CE-യിലാണ്. സുതാനിപാതയുടെ കൃത്യമായിട്ട് ഡേറ്റ് ഇല്ല, പക്ഷെ ഇതിൽ പിൽക്കാലത്താണ് വരുന്നത് നമുക്കറിയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ കൃത്യമായി തെറ്റാതെ ഉത്തരം നോക്കുക. ഓപ്ഷൻസ് കൃത്യമായി ചോദ്യം വായിക്കുക. ചോദ്യം വായിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾ ഓപ്ഷൻസിലേക്കും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചേ. ചാണക്യാസ് മെഷിനേഷൻസ് ഓഫ് ചന്ദ്രഗുപ്താസ് എനിമീസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ വിച്ച് ടെക്സ്റ്റ്? അപ്പോ നമ്മൾ അർത്ഥശാസ്ത്രം എന്ന് കാണുന്നുണ്ട്. എല്ലാവരും അർത്ഥശാസ്ത്രം തന്നെ കൊടുക്കും അല്ലേ? കൊടുത്തോളൂ നിങ്ങൾ. പക്ഷെ ഉത്തരം എന്താണ്? 4 മുദ്രരാക്ഷസ. ഉത്തരം എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു റിസർച്ച് നടത്തിയിട്ട് തന്നെയാണ് കണ്ടെത്തിയത്. ഞാനും അർത്ഥശാസ്ത്രിയായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആൻസർ കീയിൽ കൊടുത്ത ഉത്തരം മുദ്രരാക്ഷസയാണ്. മുദ്രരാക്ഷസ എന്താണ്? ഒരു ഇതായിരുന്നു, പ്ലേ ആയിരുന്നു അല്ലെ, ഡ്രാമയായിരുന്നു. റിട്ടൺ ബൈ വിശാഖദത്ത ഇൻ 6th century. ഇതിലാണ് ചാണക്യ ഡിസ്ക്രൈബ് ദ ക്ലെവർ മെഷിനേഷൻസ് ഓഫ് ദ ചാണക്യ അഗെയിൻസ്റ്റ് ചന്ദ്രഗുപ്താസ് എനിമീസ് ആൻഡ് ഹൗ ചന്ദ്രഗുപ്ത ഡിഫീറ്റഡ് നന്ദാസ്. ഇതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ വിവരണം കൊടുത്തിരിക്കുന്നത് മുദ്രരാക്ഷസയാണ്. അതിൽ അർത്ഥശാസ്ത്രത്തിലല്ല കൊടുത്തിരിക്കുന്നത്, മുദ്രരാക്ഷസയാണ്. ആ എഴുതിയ ആളാണ് വിശാഖദത്ത. ഓക്കെ, അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഠിക്കേണ്ടത്. അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന 7 pillars ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. അതിന് ഇംഗ്ലീഷ് ടേമും സാംസ്കൃത് ടേമും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സ്വാമി എന്ന് പറയുന്നത് കിങ്ങിനെയാണ്. അമാത്യ എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സിനാണ്. ജനപദ എന്ന് പറയുന്നത് ടെറിട്ടറിയാണ്. ദുർഗ എന്ന് പറയുന്നത് ഒരു ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ ആണ്. കോശ എന്ന് പറയുന്നത് ട്രഷറി ആണ്. ദണ്ഡ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ അതിന് ശക്തിയിലൂടെയുള്ള ജസ്റ്റിസ് ആണ്. പിന്നെ മിത്ര, അലൈ. ഓക്കെ, ഈ 7 പില്ലർ ഓഫ് ദി സ്റ്റേറ്റ്സ് കൃത്യമായി പഠിച്ചു വെച്ചോളൂ. മേ ബി ചോദ്യം ചോദിക്കാം. പിന്നെ ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം, ഈ ഇന്ത്യയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അതിനൊരു ജസ്റ്റ് നോട്ട് ഉണ്ടാക്കുക. നീതിസായരെ കുറിച്ച് നോട്ട് ഉണ്ടാക്കുക. അർത്ഥശാസ്ത്രത്തെ കുറിച്ച് ഷോർട്സ് നോട്ട്സ്. ഞാൻ നോട്ട് എന്ന് പറയുമ്പോൾ എസ്സേ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതിൽ കിട്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെക്കുക. അടുത്ത പ്രാവശ്യങ്ങളിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മുദ്രരാക്ഷസ എഴുതിയ ആളാണ് വിശാഖദത്ത. ടൈമും നോർത്ത് വെച്ചോളൂ, 6th century AD. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കുടുംബിൻ വാസ് ഈക്വലന്റ് ടു. നമ്മൾ ഋഗ്വേദിക് ഇത് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാണ്. വളരെ ഈസി ആയിട്ടാണ്. ഓക്കെ, നോക്കിയേ. സഭ, വൈശ്യ, ഗഹപതി, ആര്യ. ഇതിന് ഉത്തരം എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഈ ചോദ്യം ഞാൻ MCQ ആയി തന്നപ്പോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 3 എല്ലാവരും പറയുന്നുണ്ട് 3. ഓക്കെ, ഇതിന് ഉത്തരം എന്താണ്? 3 തന്നെയാണ്. ഗഹപതി. കുടുംബിൻ എന്ന് പറഞ്ഞാൽ, ഗഹപതി പറഞ്ഞാൽ എന്താണ്? ഗഹപതി പറഞ്ഞാൽ ഇതിന്റെ ഹെഡ് ഓഫ് ദ ഫാമിലി അല്ലെ, ഫാമിലിയുടെ പുരുഷനായിട്ടുള്ള ഹെഡിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രാജാവാണെങ്കിൽ രാജ്ഞി ഉണ്ടാവും. അതുപോലെ തന്നെ ഗഹപതി ആകുമ്പോൾ അവർക്ക് ഒരു റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫീമെയിൽ ഫോം എന്താണ്? കുടുംബിൻ. ആ കാര്യത്തിൽ ഇന്നത്തെ നമ്മൾ ഗൃഹസ്ത്രീ എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോ കുടുംബിൻ വാസ് ഈക്വലന്റ് ടു ഗഹപതിയാണ്. കുല എന്ന് പറയുന്നത് വേദിക് ടേമിൽ ഉണ്ടായിരുന്ന ഒരുപാട് ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൽ ഇമ്പോർട്ടന്റ് ടേം ആണ് കുല. കുല എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഫാമിലിയാണ്. അത് ഫ്രീക്വന്റ് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗൃഹ എന്ന് പറഞ്ഞാൽ കുടുംബത്തെയാണ് പറയുന്നത്. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. സെവറൽ ഫാമിലി ജോയിന്റ് ആണ് വില്ലേജ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമൊക്കെ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു. ഗ്രാമത്തിന്റെ ഹെഡിനെ പറയുന്ന പേരാണ് ഗ്രാമിണി. ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ് ചേർന്നതാണ്, വലിയൊരു ലാർജ് ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസിനെ പറയുന്ന പേരാണ് വിസ്യ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ആയത് പറയുന്നത് വിശ്വപതിയാണ്. ഓക്കെ, ഹയസ്റ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ജനയാണ്, ട്രൈബ്. ഇതൊക്കെ നമ്മൾ ജന, ഗണ, സഭ, സമിതി, വിധാത ഒക്കെ പറഞ്ഞതാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഹെഡ് ഓഫ് ദ കിങ്ഡം എന്ന് പറയുന്നത് രാജനാണ്. ഇവിടെ കുറച്ച് ടേംസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടേംസ് കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In Rigveda, cattle were considered to be the symbol of wealth and a wealthy person. Okay, point on. ഇതാണ് കൃത്യമായിട്ട് ചോദ്യം. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. കാറ്റിൽ ആണ് സിംബൽ ഓഫ് വെൽത്ത് ആയിട്ട് കണ്ടിരുന്നത്. ഒരു വെൽത്തി പേഴ്സണെ പറഞ്ഞ പേരെന്തായിരുന്നു? വെൽത്തി പേഴ്സണെ പറഞ്ഞ പേരാണ് ഗോമത് അല്ലെ. ഇവിടെ ഒരുപാട് പേര് ടൈപ്പ് ചെയ്തപ്പോ തന്നെ രണ്ടാമത്തായിട്ടുള്ള ഗോമതിനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഞാൻ ഒരുപാട് കുറച്ച് തരാം. ഓക്കെ, ഇതാ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് വെച്ചോളൂ. കൗസിനെ അതല്ലെങ്കിൽ കാറ്റിൽസിനെയാണ് ഏറ്റവും ബേസിക് സിംബൽ ഓഫ് വെൽത്ത് ആയിട്ട് കണ്ടിരുന്നത്. കാറ്റിൽസിന്റെ പേരിൽ യുദ്ധമൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ. സെവറൽ മെൻഷൻസ് ഓഫ് കാറ്റിൽ റിഗ്വേദ ഉണ്ട്. ഒരു വെൽത്തി പേഴ്സൺ അറിയപ്പെടുന്ന പേരാണ് ഗോമത്. അതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ഓണർ ഓഫ് ദി ക്യാപിറ്റൽ ആണ്. ഓക്കെ, കാറ്റിലിന്റെ ഓണർ ആണ്. വൺ ഓഫ് ദി എപ്പിത്തറ്റ് ഫോർ ഗോഡ് ഇന്ദ്ര, ഗോപതിയാണ്. ഇന്ദ്രയുടെ പറഞ്ഞ മറ്റൊരു പേരെന്തെന്ന്? ഗോപതി ആയിരുന്നു. വേദിക് ആര്യൻസ് എന്തായിരുന്നു? മെയിൻ
ആയിട്ട് അവരുടെ ഒരു സബ്സിസ്റ്റൻസ് എന്തായിരുന്നു, അത് പാസ്ചറലിസം ആണ്. സ്വാഭാവികമായിട്ടും കാറ്റലിസ്റ്റിന് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒരുപാട് ടേംസ് നമ്മളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ ടേംസ് ഒക്കെ ആ ക്ലാസ്സിൽ എടുത്ത PPT കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്ന് പോയാൽ മതി. അപ്പൊ ഇതിൽ കൊടുത്ത് ദുഹിത്രി എന്ന് പറയുന്നത് എന്താണ്? ഷീവു ഗീവ് മിൽക്സ്. ഒരു ഡോക്ടർ പറയുന്ന പെണ്ണുങ്ങൾ, സോറി, മകൾക്ക് പറയുന്ന പേരാണ് ദുഹിത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഗോപ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഇത് ടേം ആണ്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഞാൻ ആ PPT, ഞാൻ അന്ന് ക്ലാസ്സിലെടുത്ത ആ PPT ജസ്റ്റ് നോക്കിയാൽ തന്നെ അതിൽ ഒരുപാട് ടേംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ രീതിയിലുള്ള ഒരു ബേസിക് ടേംസ് എന്ന് നെറ്റിൽ ഇന്റർനെറ്റിൽ ജസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ടേംസ് കിട്ടും. അതിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത് എക്സ്പെക്ട് ചെയ്യാൻ ഞാൻ വെറുതെ പറയുന്നതല്ല, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹോമോ ഹബിലസ് മീൻസ് എ ഹാൻഡി ഓർ സ്കിൽഫുൾ മാൻ. ദിസ് വാസ് നോൺ സോ ഹി ഹാഡ് ഹാൻഡ്സ്. അദ്ദേഹത്തിന് ഹാൻഡുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. റീസൺ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്നല്ലേ, വളരെ സിമ്പിൾ ആണ്. ഈ ചോദ്യം ഞാൻ ഒരു നിങ്ങൾക്ക് MCQ ഇട്ടപ്പോൾ ചോദ്യം ഇട്ടതുമാണ്. ജസ്റ്റ് നോക്കിയേ. ഇത്തരം ടൈപ്പ് ചെയ്ത പോലെ തന്നെ ബോത്ത് എ ഒന്നല്ല, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല അത്. ഓക്കെ, ബോത്ത് എ രണ്ടും ശരിയാണ്. ഓക്കെ, ഹോമോ ഹബിലസ് എന്ന് പറയുന്നത് ഹാൻഡ്ഫുൾ ഓർ സ്കിൽ മാൻ ആണ്. ദിസ് വാസ് സോ ഹി ഹാഡ് ഹാൻഡ്സ്. അദ്ദേഹത്തിന് ഹാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇത് വിളിക്കുന്നതാണ്. ഇത് രണ്ട് ശരിയാണ്. അദ്ദേഹത്തിന് ഹാൻഡ് ഉള്ളത് എന്ന സത്യം അതൊരു ശരിയാണ്. അതൊരു സ്കിൽഫുൾ മാൻ ആണെന്നുള്ളതും ശരിയാണ്. പക്ഷെ അതുകൊണ്ടാണോ അതിനെ സ്കിൽഫുൾ മാൻ എന്ന് പറയുന്നത്? അത് തെറ്റാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ തെറ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ഈസ് ട്രൂ. നിങ്ങളെ കൃത്യം ചോദ്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും ഒന്നും ടൈപ്പ് ചെയ്തത്. രണ്ടും ചോദ്യത്തിൽ നോക്കുമ്പോൾ ഹോമോ ഹബിലസിന് ഒരു സ്കിൽഫുൾ മാൻ ആണ്, അത് ശരിയാണ്. അവർക്ക് ഹാൻഡ് എന്നുള്ളതും ശരിയാണ്. രണ്ടിനും കൈയുണ്ട്, കൈ കുത്തിയിട്ടാണ് നടന്നിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ് എന്ന ഹോമോ ഹബിലിസ് ആണ്. ഹാൻഡി മാൻ എന്നും അതിനറിയപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ സ്കിൽഫുൾ മാൻ എന്നും അതിനറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന് എബിലിറ്റി ടു മോഡിഫൈ സ്റ്റോൺ ടൂൾസ്. ഓക്കെ, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാനും അത് യൂസ് ചെയ്യാനും അതിനെ അറിയുന്നത് കൊണ്ടാണ് അതിനെ ഹാൻഡി മാൻ അല്ലെങ്കിൽ സ്കിൽഫുൾ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഓക്കെ, അത്ര മതി. ആ പോയിന്റിൽ കൃത്യം അത്ര പഠിച്ചാൽ മതി. ഇത് മാച്ച് ദ ഫോളോവിങ്, ഇതെല്ലാവരും നോക്കിയേ. ഇതിന്റെ ഓപ്ഷനിലേക്കും കൃത്യമായി നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രോണോളജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും മാച്ച് ദ ഫോളോവിങ് നോക്കുമ്പോഴും അതിന്റെ ഓപ്ഷനിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഓപ്ഷൻ തരാം. ഇത് എല്ലാവർക്കും അറിയുന്നതാണ് വിശ്വസിക്കുന്നത് അല്ലേ? വേഗം ടൈപ്പ് ചെയ്ത് എല്ലാവരും. പെട്ടെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യണം. എല്ലാവരും നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ബാണഭട്ട, സന്ധ്യാകര, ബിൽഹണ, കൽഹണ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന് ഉത്തരം ഏകദേശം കിട്ടിയല്ലേ? ബിൽഹണയും കൽഹണന്റെ ഒക്കെ വർക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 4 ആണ് അല്ലെ? കൃത്യമായി നിങ്ങൾ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ 4 ആണ്. ബാണഭട്ടന്റെ വർക്ക് ഏതാണ്? അത് ഹർഷചരിതയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സന്ധ്യാകര എന്നുള്ളത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നമുക്ക് അറിയില്ല. അത് പോട്ടെ, അത് അല്ലെങ്കിൽ തന്നെ അടുത്ത് നോക്കൂ. ബിൽഹണ ഏതാണ് വർക്ക്? ബിൽഹണയുടെ വർക്ക് വിക്രമാംഗ ദേവചരിതം എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ കൽഹയുടെ വർക്ക് ഏതാണ്? കൽഹയുടെ വർക്ക് രാജതരംഗിണിയാണ് അല്ലെ? അതും അറിയാം. അപ്പോ രാമചരിത എഴുതിയത് സന്ധ്യാഗ്രഹമാണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ, അപ്പൊ ബാണഭട്ടയും കൽഹണയും അറിഞ്ഞാൽ അല്ലെങ്കിൽ ബാണഭട്ടന്റെ ബിൽഹണയും അറിഞ്ഞാൽ തന്നെ ഇതിന് ഉത്തരം കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ഈ മാച്ച് ദ ഫോളോവിംഗിലും ക്രോണോളജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യനും നോക്കാൻ. പിന്നെ അസേഷൻ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ PPT സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. നമുക്ക് സമയപരിമിതി ഒരുപാടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് കുറച്ച് ഡേറ്റ് കൊടുത്താണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആ സാധ്യത എങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തേ. മാർഷ്വൽ എക്സ്കവേറ്റഡ് മോഹൻജദാരോ, ഡോക്ടർ സൈനി എക്സ്കവേഷൻ അറ്റ് ഹാരപ്പ, വാട്സ് എക്സ്കവേറ്റഡ് അറ്റ് ഹാരപ്പ. അതിന്റെ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി നിങ്ങൾ. എല്ലാവരും ടൈപ്പ് ചെയ്യും. രണ്ടാണോ? ഇതിൽ ചെറിയ കൺഫ്യൂസിങ് എല്ലാവർക്കും ഉണ്ടല്ലോ. രണ്ടെന്ന് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എനിക്കും ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾ രണ്ടെന്ന് കൊടുത്തപ്പോ. ഓക്കെ, നമുക്ക് നോക്കാം.
മാർഷൽ എക്സ്കവേറ്റഡ് മോഹൻജദാരോ. അദ്ദേഹം ഇതിലാണ് പലർക്കും കൺഫ്യൂഷൻ ഉള്ളത്. എല്ലാവരും ഇതിൽ 3 കൊടുക്കുന്നുണ്ടല്ലേ, ഈ 1921. ഇത് ദയാറാം സാഹിനി അല്ലേ ശരിക്കും 1921 എക്സ്കവേറ്റ് ചെയ്യുന്നത്. മാർഷല് അത് പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. എന്ത്, നമ്മളിങ്ങനെ ഒരു ഹാരപ്പൻ ഒരു ആൻഷ്യൻ ഹിന്ദു സിവിലൈസേഷൻ കണ്ടെത്തിയെന്ന് 1922 അദ്ദേഹം പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ 1921 അത് എക്സ്കവേറ്റ് ചെയ്തത് ആരാണ് ശരിക്കും? അത് ദയാറാം സാഹിനിയാണ് അല്ലെ, ഡോക്ടർ സാഹിനി അല്ലെങ്കിൽ ദയാറാം സാഹിനിയാണ് അത് എക്സ്കവേറ്റ് ചെയ്യുന്നത്. മാർഷല് അത് എന്ത് ചെയ്യുന്നുണ്ട്? 1931 അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു എളിയ ഓർമ്മ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്റെ ഉത്തരത്തിൽ ഇത് 3 ആവാനാണ് 3 ഓക്കെ. ഇതിൽ അലക്സാണ്ടർ കണ്ണിങ്ങാം ഹരപ്പൻ സീൽ ഫൈൻഡ് ചെയ്തത് 1853 D1. അത് കിട്ടുമ്പോൾ തന്നെ ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, 2 അല്ലെങ്കിൽ 3 ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മാർഷൽ എക്സ്കവേറ്റ് ചെയ്ത കാര്യത്തിലാണ് എല്ലാവർക്കും സംശയമുള്ളത്. ഡോക്ടർ ദയാറാം സാഹിനിയാണ് 1921 നമ്മൾ എക്സ്കവേഷൻ ഹാരപ്പയിൽ എക്സ്കവേഷൻ നടത്തുന്നത്. ഓക്കെ. മോഹൻജദാരിൽ 1922. കാരണം 1921 ഹാരപ്പ കണ്ടെത്തിയത് കൊണ്ടാണ് അതിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് വരെ വീഴാൻ കാരണം. കാരണം ആദ്യം കണ്ടെത്തിയ സ്ഥലം ഹാരപ്പയാണ്. മോഹൻജദാരോ പിന്നീടാണ് കണ്ടെത്തുന്നത് 1922. അത് RD ബാനർജിയാണ് എക്സ്കവേഷൻ നടത്തുന്നത്. ഓക്കെ. പിന്നീടാണ് മാർഷൽ വരുന്നത്. മാർഷൽ 1920കളിൽ എന്താണ് ASIയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഓക്കെ. എന്റെ ഉത്തരം ഇതിൽ 3. ഇനി ഈ ഒരു ചോദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് നമ്മുടെ ഹിസ്റ്ററി ഗ്രൂപ്പിൽ പറയുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഡോക്ട്രിൻ ഓഫ് 6th century BCE. കൃത്യമായിട്ട് നോക്കിക്കോളൂ. അതിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ ഏതാണ്? ഇത് ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഉത്തരം പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. പവിത്ര പറയുന്നുണ്ട് 1 അല്ലേ? ശരിയാണ്, 1 തന്നെയാണ് അജീവികാസ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം ഈ നിയതി, സർമണ, സംഘ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. പക്ഷെ അജീവികാസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 6th century 3 പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ഡോക്ട്രിൻസ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ബുദ്ധിസം, ജൈനിസം, അജീവികാസ്. ഇതിൽ ഈ ഓപ്ഷനിൽ നോക്കൂ, ബുദ്ധിസം ജൈനിസം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സംഘ കൊടുത്തിട്ടുണ്ട്. സംഘ ഒരു ഡോക്ട്രിൻ അല്ലല്ലോ, അതെന്താ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ബുദ്ധിസത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോങ്സ് നിൽക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ സ്ഥലത്തെ പറയുന്നതാണ് സംഘ, ഒരു കൂട്ടത്തെ പറയുന്നതാണ്. അതൊരു ഡോക്ട്രിൻ അല്ല. അപ്പോൾ നിയതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫെയ്റ്റിനെ കുറിച്ച് പറയുന്ന ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് ആണ് നിയതി അല്ലെ. അപ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത് അജീവികാസ് ആണ്. ഇനിയിപ്പോ ഇതിൽ ബുദ്ധിസം ജൈനിസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാം. ഓക്കെ. അത് കൊടുക്കാത്തടത്തോളം കാലം അജീവികാസ് ആണ് ഒറ്റ ഉത്തരേ ഉള്ളൂ. കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. എക്സ്പ്ലനേഷൻ അവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിയതി എന്ന് പറയുന്നത്, ഫെയ്റ്റ് എന്ന് പറയുന്നത് ഇതിലുള്ളൊരു അബ്സല്യൂട്ട് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഫെയ്റ്റ്, നമ്മുടെ ഒരു കർമ്മ ഇതൊക്കെ പറയില്ലേ, ഈ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയില്ല, ആ ഒരു കൺസെപ്റ്റ് ആണ് നിയതി എന്ന് പറയുന്നത്. അജീവികാസിന്റെ സിമ്പിൾ ആസ്തറ്റിക് ലൈഫും ഇതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ബുദ്ധിസം ജൈനിസം മറ്റൊരു ഡോക്ട്രിൻസ് ആണ് 6ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അജീവികാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബിന്ദുസാര സപ്പോർട്ടർ ഓഫ് ഒരു അജീവികാസ് ആയിരുന്നു. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇനി ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് 2022 നടന്ന നമ്മുടെ CUTയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോ 2023 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഏകദേശം ആൻഷ്യന്റ് മാത്രമാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ ഇന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലുള്ള പല ഓപ്ഷൻസും 2023 ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓപ്ഷൻസ് കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു പോവുക തന്നെ വേണമെന്ന് പറയാൻ കാരണം. ഓക്കെ. നമ്മളിപ്പോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണ 2022 ചോദ്യങ്ങളാണ് ഇത്. ഫസ്റ്റ് തന്നെ അസേഷൻ റീസൺ ടൈപ്പ് ഒരു ചോദ്യമാണ്. ദ കിങ് ഡ്യൂറിംഗ് ലേറ്റർ വേദിക് പീരിയഡ് പെർഫോംഡ് വേരിയസ് സാക്രിഫൈസസ് ആൻഡ് റിച്വൽസ്. ആൾ ദീസ് റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ് ഇംപ്രസ്ഡ് ദ പീപ്പിൾ ബൈ ഇംപ്രസിംഗ് ദ പീപ്പിൾ ബൈ ഡിമോൺസ്ട്രേറ്റിംഗ് ദ പവർ ആൻഡ് ദ പ്രസ്റ്റീജ് ഓഫ് ദ കിങ്. അല്ലെ, കൃത്യം ചെറിയൊരു വായനയുള്ള ആർക്കും, ഹിസ്റ്ററി നമ്മൾ ഇത്ര കാലം പഠിച്ച ആർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. ജസ്റ്റ് നോക്കിയേ. ഒരുപാട് പേര് 1 പറയുന്നുണ്ട്. ഉത്തരം ശരിയാണ് അല്ലെ. 1 തന്നെയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 1 അല്ലെങ്കിൽ A. ഓക്കെ. Both A and R is the correct explanation and R is correct answer and R is the correct explanation of A. Okay. അപ്പോൾ ഇത് വേദിക് പീരീഡിലെ കിങ് ഒരുപാട് രാജസൂയ, അശ്വമേധ അങ്ങനത്തെ ഒരുപാട് സാക്രിഫൈസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാക്രിഫൈസുകളൊക്കെ ചെയ്തിരുന്നു. ഈ സാക്രിഫൈസ് എന്താണ്? അദ്ദേഹത്തിന് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലോ. ഈ ആളുകൾക്കിടയിൽ കിങ്ങിന്റെ പവർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സാക്രിഫൈസും കാര്യങ്ങളൊക്കെ അതിന് അദ്ദേഹത്തിന്റെ പവറും പ്രസ്റ്റീജും കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. റിലീജിയസ് ആയിട്ടുള്ള വശം കൂടി ഉണ്ടെങ്കിൽ തന്നെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇത് തന്നെയാണ് അല്ലേ. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉത്തരം അറിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്.
അടുത്ത നമ്മുടെ ചോദ്യം പോകുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് തമിഴ് വർക്ക്സ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജൈന ഫിലോസഫി. ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കിയേ, എല്ലാവർക്കും അറിയുന്ന ഉത്തരം എന്ന് പറഞ്ഞേ. ഇത് തെറ്റാൻ എനിക്കും ഈ ആൻസർ തെറ്റിയിരുന്നു. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാലോ, എനിക്ക് കിട്ടിയപ്പോൾ തെറ്റിയിരുന്നു. പല ആളുകളും മണിമേഖല ഒരു പ്രധാനപ്പെട്ട ജൈനിസ്റ്റ് വർക്കാണ്. അപ്പൊ നമ്മൾ മണിമേഖല സ്വാഭാവികമായിട്ടും കൊണ്ടേ കുത്തും അല്ലെ. പക്ഷെ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ശിവക ചിന്താമണിയാണ്. ഓക്കെ, നമ്മൾ ഇതിനെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടാതിരിക്കും, അത് പോട്ടെ, അതിൽ നമുക്ക് അത്ര ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചത് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസ് 75% ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. ശിവക ചിന്താമണി ഈസ് എ തമിഴ് വർക്ക് ദാറ്റ് വാസ് റിട്ടൺ ബൈ തിരുതക്കഥാവർ. ഓക്കെ, എനിക്ക് കൃത്യമായിട്ട് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. ഒരു ജെയിൻ മോങ്കായിട്ടുള്ള തിരുകഥാവർ എഴുതിയ വർക്കാണ് ശിവക ചിന്താമണി. ഓക്കെ, ജെയിനിസ്റ്റ് വർക്ക് തന്നെയാണ്. അപ്പൊ ഇത് മണിമേഖലയുമായിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ആവാം. ഓക്കെ, പോട്ടെ, എങ്കിലും ചോദ്യമല്ലേ എന്ന് വിചാരിച്ച് വിട്ടാൽ മതി. അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ പറയാം. ജസ്റ്റ് ഒന്നിന് ശിവക ചിന്താമണിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു. ഒരു ഫിലോസഫിക്കൽ ട്രീറ്റി ആണ്. ഇതിലെ കർമ്മയെ കുറിച്ച്, സൈക്കിൾ ഓഫ് ഡെത്ത്, ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ജസ്റ്റ് വർക്ക്. ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം മണിമേഖല, സിലപ്പതികാരം, തിരുക്കുളർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അടുത്ത പ്രാവശ്യം സംഘ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഏരിയയിൽ തമിഴ് വർക്കിൽ നിന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് ഇത് ബേസ്ഡ് ചാവാൻ ചാൻസ് ഉണ്ട്. കൃത്യമായി നോട്ട് വെച്ചോളൂ. ഓക്കെ, പിന്നെ ദ ഏർലിയസ്റ്റ് നോൺ ഡോക്യാർഡ് ഹാസ് ബീൻ ഡിസ്കവേർഡ് അറ്റ്. ഓക്കെ, നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ചോദ്യമാണ്. വളരെ ഈസിയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചിട്ട് ഇത് അറിയാത്ത ആളുകളെ ഞാൻ ഉറപ്പായിട്ട് തല്ലും, അവിടെ വന്ന് തല്ലും. കാരണം എല്ലാവർക്കും പറയുന്ന കാര്യം അല്ലെ, ലോത്തൾ അല്ലെ. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് ലോത്തൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് കലീബംഗൻ എന്താണ്, ബ്ലാക്ക് ബാംഗിൾസ് എന്ന് പറയുന്ന രാജസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, നദി. ലോത്തൾ എന്താണ്, ഒരു ഫസ്റ്റ് ഡോക്യാർഡ് കണ്ടെത്തിയിരുന്നത്. നമ്മൾ ഷിപ്പ് ബിൽഡിങ്ങിലൊക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ ഷിപ്പ് ബിൽഡിംഗ് ഒക്കെ നടന്നിരുന്ന ഏരിയ എന്ന് പറയുന്നത് ലോത്തൾ എന്നാണ്, ഗുജറാത്തിലുള്ള. അതാണ് ഇതിന് ജസ്റ്റ് സ്റ്റേറ്റുകളൊന്ന് പഠിച്ചു. സുർക്കോട്ടാട് നമ്മുടെ ഇവിടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ള ഒരു ഏരിയ ആണ് അല്ലെ. ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്താണ്. ഞാൻ ഷോർട്ട് ഗോയുമായിട്ട് മിക്സ് ആയതാണ്. സോറി. സുർക്കോട്ടാട് ഗുജറാത്ത് ഏരിയയിലാണ്. ഓക്കെ, ആൻസർ കിട്ടില്ല, ബി അല്ലേ. ഷോർട്ട് ഗോയ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് മെയിൻ ആയിട്ട്. ഹാരപ്പ, മോഹൻജദാരോ, അതുപോലെ തന്നെ ഷോർട്ട് ഗോയ്, സുർക്കോട്ടാടാൽ, ലോത്തള്, കലീബംഗൻ, പിന്നെ ഹരിയാനയിലുള്ള മറ്റേ ബനാവലി, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ദ ടേം യവനിക മെന്റ്. ഓക്കെ, ഈ ചോദ്യം കുറച്ച് ഈസിയാണ്. കുറച്ചൊരു ഇതാണ് ഡൗട്ട്. യവന എന്നുള്ള ടേം നമുക്ക് എല്ലാവർക്കും അറിയാം. യവനിക എന്നുള്ള ടേം എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? എല്ലാവരും ഡിസ്റ്റ് ടൈപ്പ് ചെയ്ത്. പവിത്ര എ എന്ന് പറയുന്നുണ്ട്, ഫോറിൻ ഗുഡ്സ്. എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഇതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ജസീർ പറഞ്ഞ പോലെ തന്നെ സി ആണ്, കർട്ടനയാണ്. ഓക്കെ, ഈ ഫോറിൻ ഗുഡ്സിനല്ല, ഫോറിൻ ഇമിഗ്രൻസിനെ പറയുന്ന, അല്ലെങ്കിൽ ഫോറിനിൽ ഇത് വന്ന മലയാളത്തിൽ നമ്മൾ വൈദേശികരായിട്ട് വന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് യവന. യവനാസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഒറിജിൻ ആയിട്ടുള്ള ആളുകളെ പറഞ്ഞിരുന്ന പേരാണ്. അപ്പൊ ഫോറിൻ ഗുഡ്സ് എന്നാണ് ഇവിടെ എഴുതുന്നത്. ഫോറിൻ പീപ്പിൾ എന്നും കൊടുത്തിട്ട് ഇവിടെ യവന എന്നും കൊടുത്തിട്ടുണ്ട്. ഫോറിൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം ശരിയാക്കി കൊടുക്കാം. ഇവിടെ ഫോറിൻ ഗുഡ്സ് ആണ്, അതല്ല. യവനിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഇന്ത്യക്കാർ വാങ്ങിയ സംഭവമാണ് ഈ ഡ്രാമ പ്ലേ അല്ലെ. അപ്പൊ ആ പ്ലേയിൽ നിന്ന് അവർ ഡ്രാമ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കർട്ടനെ പറയുന്ന പേരാണ് യവനിക. ഇന്ത്യൻ പ്ലേ റൈറ്റ് ബാസാസ് ഡ്രാമ. ഓക്കെ, ദ്രുതചരിതത്തിൽ ഫസ്റ്റ് ആയിട്ട് അവർ ഈ ടേം യവനിക എന്ന ടേം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ യവന എന്ന് പറയുന്ന ഈ ടേം ആണ് ഗ്രീക്ക് ഒറിജിൻ ആയിട്ടുള്ള ഫോറിൻ പീപ്പിൾസിനെ കുറിച്ച്, ഹെലനിസ്റ്റിക് ഒറിജിൻ ആയിട്ടുള്ള പീപ്പിളെ കുറിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് യവന. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അടുത്ത പ്രാവശ്യം മേ ബി ഇതിന് യവനിക എന്ന് പകരം നമ്മൾ യവന എന്ന ചോദ്യം ചോദിക്കാം. ഇവിടെ ഫോറിൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഫോറിൻ പീപ്പിൾ അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് പീപ്പിൾ എന്ന് ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, കാണ്ടകശോധനാസ് ഓഫ് ദ മൗര്യൻ പീരിയഡ് വേർ. ഇത് എന്തിനെയാണ് കാണ്ടകശോധന എന്ന് പറയുന്ന സംഭവം? എന്തിനെയാണ്? മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ വന്നൊരു ചോദ്യമാണ്. ജസ്റ്റ് നോക്കിയേ. അഹല്യ പറയുന്നുണ്ട് ക്രിമിനൽ കോഡ്സിനെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ഉത്തരം ശരിയാണ്, സി തന്നെയാണ്. ക്രിമിനൽ കോഡ്സിനെ മെൻഷൻ ചെയ്യുന്ന പേരാണ് കാണ്ടകശോധന. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഈ ചോദ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നില്ല. ഇത് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്ന വേർഡ്സ് ആണ്. കുറച്ച് ടഫ് ആയിരിക്കും, നമുക്കൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂമോണിക്സ് വെച്ച് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. സന്തതാധ്യക്ഷ, സമസ്താധ്യക്ഷ ഒക്കെ ഒരു അധ്യക്ഷയിലാണ് ലാസ്റ്റ് അവസാനിക്കുക. അപ്പൊ അതിന്റെ ഫസ്റ്റ്
3 വേർഡ്സ്, ഫസ്റ്റ് 4-5 വേർഡ്സ് നിങ്ങൾ പഠിച്ചുക. സാന്ത എന്തിനാണ് സൂപ്രണ്ടന്റ് ഓഫ് മിന്റ് നമ്മൾ കോയിൻസ് അച്ചടിക്കുന്നതിനെ കുറിച്ച്, മിന്റിന്റെ സൂപ്പർ ഹെഡിനെ കുറിച്ച് പറയുന്ന പേരാണ്. അങ്ങനെ അത് ഓരോന്നും വായിക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, കൃത്യമായി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ നോക്കുക അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ഏതൊക്കെയാണ്, പുളിസാഞ്ച് എന്ന പബ്ലിക് റിലേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെക്കുക. കാണ്ടക ശോധന എന്ന് പറയുന്നത് എന്തിനാണ്, അത് ക്രിമിനൽ കോർട്സിനെയാണ്. ക്രിമിനൽ കോർട്ടും സിവിൽ കോർട്ടും ഒക്കെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം എന്താണ്, ഡ്യൂറിംഗ് വൂസ് ടൈം ഡിഡ് ഹ്യുയാൻസാങ് വിസിറ്റഡ് കാഞ്ചിപുരം, ദ ക്യാപിറ്റൽ ഓഫ് പല്ലവാസ്. ഹ്യുയാൻസാങ്ങിനെ കുറിച്ചും ഫാഹിയാനെ കുറിച്ചും ഈ 2 പ്രാവശ്യങ്ങളും ഇപ്പൊ നമ്മൾ കാണുന്നതാണ് അല്ലെ, ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചോളൂ. പിന്നെ ഇതിൽ ചോദ്യം ചോദിക്കുന്നത് പല്ലവാസ് അല്ലെ, ഈ പല്ലവാസ് നിങ്ങൾ ഇവിടെ കണ്ടത് ഓർമ്മയുണ്ടോ? 2023 ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ പല്ലവാസ് ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതുമായി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിൽ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നോക്കുക, ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് അത് പഠിക്കാൻ, എന്താണ് പഠിക്കേണ്ടത് ചെറിയൊരു ഐഡിയ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. ഓക്കെ, എല്ലാവരും അതിന് ഉത്തരം പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ജസീറിയും പവിത്രൊക്കെ പറഞ്ഞ പോലെ തന്നെ നരസിംഹവർമ്മനെ കുറിച്ച്, വർമ്മന്റെ സമയത്താണ് ഹുയാൻസാങ് കാഞ്ചീപുരം വിസിറ്റ് ചെയ്യുന്നത്. ഉത്തരം ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹുയാൻസാങ്ങിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ഒരു ബുദ്ധിസ്റ്റ് ചൈനീസ് മോങ്ക് ആയിരുന്നു. അത് 7th സെഞ്ചുറിയിലാണ് അദ്ദേഹം, കൃത്യ ഡേറ്റ് 630 7th സെഞ്ചുറിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗാന്ധാര ഏരിയയിലൂടെ ഇന്ത്യയിലോട്ട് വരുന്നതിന്. അദ്ദേഹം മറ്റേ നളന്ദയിലും ഇവിടെയൊക്കെ പോയിട്ട് ഒരുപാട് പുസ്തകങ്ങളും വർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ചൈനയിലോട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹം ചൈനീസിലേക്ക് മാറുന്നുണ്ട്. ബുദ്ധിസത്തെ കുറിച്ച് കൂടുതൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. നരസിംഹൻ വർമ്മന്റെ സമയത്താണ്, നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഓക്കെ, അത് സെക്കൻഡും അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, കൺഫ്യൂസ് ആവരുത്. നരസിംഹവർമ്മൻ ഫസ്റ്റിന്റെ സമയത്താണ് അദ്ദേഹം ഹ്യുയാൻസാങ് വരുന്നത്. ഈ പല്ലവ ഡൈനാസ്റ്റിയിലെ കാഞ്ചീപുരം അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് സിയോക്കി. ഫുവോക്കി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? എഫ്. ജസ്റ്റ് ഓർത്തിട്ടത്, എഫ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫാഹിയാനുമായി ബന്ധപ്പെട്ടതാണ്. ഹുയാൻസാങ്ങിന്റെ വർക്കാണ് സിയോക്കി. ഫുയൂക്കി എന്ന് പറയുന്ന വർക്ക് എഴുതിയത് അത് ഫാഹിയാനാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, മാൻഡസോർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ദ ഏർലി 6th century AD ബിലോങ്സ് ടു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ഈ ചോദ്യം നോക്കിയേ, അനന്തവർമ്മൻ, മിഹിരകുല, തൊർമാന, യശോധർമ്മൻ. അപ്പൊ 2022 ചോദ്യമാണ് ഇത്. 2023 ഒരുപാട് ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. മാൻഡസോറിൽ പില്ലർ അല്ലാതെ തന്നെ ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടും മറ്റേ ഹദികുംബ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഇതിൽ 2 വർഷത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. മേ ബി നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. ഒക്കെ അടുത്ത പ്രാവശ്യം ലൈറ്റ്. ഇതിന്റെ ഉത്തരം എല്ലാരും പറഞ്ഞേ. ഹലോ, like it will take maximum half an hour. Yeah, I'm in a class. I'll come. Half an hour. Okay, thank you. ഇതിന്റെ ഉത്തരം എല്ലാരും നോക്കിയേ. എല്ലാരും കൊടുത്തിട്ടുണ്ട് ഡി എന്നല്ലേ, യശോധർമ്മൻ. ഉത്തരം ശരി തന്നെയാണ്. യശോധർമ്മന്റെ സമയത്താണ് മാൻഡസോർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ആരുടെ സമയത്താണ് ഉണ്ടാകുന്നത്? യശോധർമ്മന്റെ സമയത്താണ്. അദ്ദേഹം ഓക്കെ, ദ മാൻഡസോർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് യശോധർമ്മൻ ഈസ് ദ സാംസ്കൃത് ഇൻസ്ക്രിപ്ഷൻ. ഈ പോയിന്റ് നോട്ട് വെച്ചുള്ള സാംസ്കൃത് ഇൻസ്ക്രിപ്ഷൻ ആണ്. 6th സെഞ്ചുറിയിലാണ് അത് എഴുതുന്നത്. മാൻഡസോറിൽ, ഇന്നത്തെ മധ്യപ്രദേശിലുള്ള മാൻഡസോറിലാണ് അത് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഔലികാര കിങ് ആയിട്ടുള്ള യശോധർമ്മന്റെ മിഹിരകുലയിലുള്ള, നമ്മളൊരു നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നാവോ, മിഹിരകുല അല്ലെ, ഹൂണ റൂളർ ആയിട്ടുള്ള മിഹിരകുലയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൊളീഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അവര്. ആരൊക്കെ തമ്മിലായിരുന്നു? യശോധർമ്മനും പിന്നെ ആരായിരുന്നു? നരസിംഹഗുപ്തൻ. നരസിംഹഗുപ്തയും തമ്മിൽ ഒരു കൊലീഷൻ ഉണ്ടാക്കിയിട്ട് ഈ മിഹിരകുലയെ പരാജയപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പോ അന്ന് ആ ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം വരുന്നത് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ച ഓപ്ഷനിൽ നിന്ന് അടുത്ത ചോദ്യങ്ങളിൽ വരുന്ന ഒരു രീതി NTA ഉള്ളതാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോ ഈ യുദ്ധത്തില് അദ്ദേഹം നരസിംഹഗുപ്തയും യശോധർമ്മനും കൂടി മിഹിരകുലയെ പരാജയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ഹൂണ റൂളർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഔലികാര കിങ് ആയിട്ടുള്ള യശോധർമ്മൻ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം എഴുതിയ വർക്കാണ്, അദ്ദേഹത്തിന് എഴുതിയ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് മാൻഡസോർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഓപ്ഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് ഗുപ്ത റൂളർ ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ക്രിപ്ഷൻ ബിലോങ് ടു ഹിസ് പീരിയഡ്? ജസ്റ്റ് ഒന്ന് നോക്കിയേ, പെട്ടെന്ന് ടൈപ്പ് എല്ലാവരും. ഒരുപാട് പേര് ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദ്യം കൃത്യമായിട്ട് വായിച്ചോളൂ. ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ,
ജസീറ പറഞ്ഞ പോലെ തന്നെ ഉത്തരം എന്താണ്? കുമാരഗുപ്ത സെക്കൻഡ് ആണ്. ഓക്കെ, എന്താണ് കുമാരഗുപ്ത അദ്ദേഹം എന്താണ് ഗുപ്ത എംബർ 415 മുതൽ 455 സിയിൽ ഉണ്ടായിരുന്ന ഗുപ്ത എംബർ ആയിരുന്നു കുമാരഗുപ്ത. അദ്ദേഹം ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സൺ ആയിരുന്നു. ഓക്കെ, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സൺ ആയിരുന്നു കുമാരഗുപ്ത ഫസ്റ്റ്. അദ്ദേഹം എന്തായിരുന്നു? ഒരു ഏബിൾ ആയിട്ടുള്ള റൂളർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ഏരിയകളൊക്കെ കീഴടക്കി ആക്രമിച്ച് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്താണ് ഇഷ്യൂഡ് ദ നമ്പർ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, കോയിൻസ് അല്ല, ഇൻസ്ക്രിപ്ഷൻ ആണ് ഈ സമയത്ത് എഴുതിയതായിരുന്നു കുമാരഗുപ്തയുടെ സമയത്താണ്. ഓക്കെ, പോയിന്റ് വിശ്വസിക്കുന്നു. അടുത്തപ്പോൾ നിങ്ങളിപ്പോ നോക്കേണ്ട കാര്യങ്ങൾ സ്കന്ദഗുപ്തയെ കുറിച്ചും സമുദ്രഗുപ്തയെ കുറിച്ചും ചന്ദ്രഗുപ്തയെ കുറിച്ചും കൃത്യമായി പഠിച്ചോളൂ. അടുത്ത പ്രാവശ്യം മേ ബി ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് വൂസ് റെയിൻ സെന്റ് തോമസ് കെയിം ടു ഇന്ത്യ. ആരുടെ സമയത്താണ് സെന്റ് തോമസ് വന്നത്? സെന്റ് തോമസ് AD 1-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആരുടെ സമയത്താണ്? ജസ്റ്റ് നോക്കിക്കേ, മെനാൻഡർ, മോഗ, ഗോണ്ടഫർണസ്, വസുദേവ. ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഗോണ്ടഫോർണസിന്റെ സമയത്താണ് സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെന്റ് തോമസ് കെയിം ടു ഇന്ത്യ ടു പ്രീച്ച് ക്രിസ്ത്യാനിറ്റി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഗോണ്ടഫോർണസ്. ഗോണ്ടഫോർണസ് വാസ് ദ പാർത്തിയൻ റൂളർ ഹു ഇൻവേഡഡ് ഇന്ത്യ. നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഹെലനിസ്റ്റിക് ഒറിജിൻ ആയിട്ടുള്ള റൂളേഴ്സ്, കുഷാണാസും കനിഷ്കയും ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ സമയത്ത് പാർത്തിയൻസ് എന്നൊരു റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റൂളറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ഗോണ്ടഫോർണസ്. അദ്ദേഹം ഇന്ത്യ കീഴടക്കിയിട്ട് ഹെലനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത് കിങ് ഡൈനാസ്റ്റി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. നോർത്ത് വെസ്റ്റേൺ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയ പെടുന്നത്. ഓക്കെ, 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ സമയം. ഇൻഡോ പാർത്തിയൻ കിങ് ആയിരുന്നു. ഓക്കെ, അറക്കോഷ്യ ഇന്ന് ഉൾപ്പെടുന്ന കാബൂളും ഗാന്ധാരയും അഫ്ഗാനിസ്ഥാൻ ആ ഏരിയക്ക് ഉൾപ്പെടുന്ന അറക്കോഷ്യ ഉണ്ടായിരുന്ന ആ ഏരിയ അദ്ദേഹം ഭരിച്ചിരുന്നു. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻഡോ പാർത്തിയൻ കിങ്ഡം. ഗോണ്ടഫോർണസ് ആണ് ഇൻഡോ പാർത്തിയൻ കിങ്ഡം കണ്ടെത്തിയിരുന്നത്. ഓക്കെ, ഇതൊന്നും സിലബസിൽ നമുക്ക് ജസ്റ്റ് മെൻഷനും കൂടി ചെയ്യാത്തതാണ്. എങ്കിൽ അതിൽ ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണ്. പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല വരിക. നമുക്ക് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ് നേടുക എന്നുള്ള. 100-ൽ 100 മാർക്ക് വാങ്ങുകയല്ല, മാക്സിമം വാങ്ങിയിട്ട് നമുക്ക് കിട്ടാവുന്നതൊക്കെ നോക്കുക. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ്, ഇപ്രാവശ്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നു സാറേ. ഉണ്ടെന്നാണ് ഇതുവരെ കിട്ടിയ അറിയിപ്പ് അല്ലെ. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ, പക്ഷെ നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് ഗസ് നിങ്ങൾക്ക് എല്ലായിടത്തും കൊടുക്കാം. പക്ഷേ നെഗറ്റീവ് നോക്കുക. നിങ്ങൾക്ക് ഒരു കണക്കിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കി വിടുക. നിങ്ങൾ ഒഴിവാക്കി വിടുന്ന ഓരോ ചോദ്യവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ആദ്യം എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അപ്പൊ തന്നെ ഒഴിവാക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒക്കെ റെഡ് മാർക്ക് ഈ സൈഡിൽ കാണുമല്ലോ. അപ്പോൾ ഓരോന്ന് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് വായിക്കുക. നിങ്ങളെ ചോദ്യം 1 വട്ടോ 2 വട്ടോ 3 വട്ടോ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇത് കത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ കുറച്ച്, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 1, 2, 3 വട്ടം ഒരു ക്വസ്റ്റ്യൻ വായിച്ചാലും നിങ്ങൾക്ക് നഷ്ടമില്ല. തെറ്റായിട്ടുള്ള ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് എല്ലാം ക്ലിക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യമാണ് വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ അജാതശത്രു ഈസ് നോട്ട് ട്രൂ. ഓക്കെ, ഈ നോട്ടും പലപ്പോഴും പല ആളുകളും കാണാറില്ല. ഇപ്പൊ ഈ ചില സമയത്ത് എക്സാമുകളുടെ സമയത്ത് ഈ നോട്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്, ചില സമയത്ത് അങ്ങനെ കാണിക്കാറില്ല. അപ്പൊ ഈ നോട്ടൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുക. എന്താണ് ചോദ്യം ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോ ഇത് കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടിയല്ലോ എന്ന് നേരെ പോയി കുത്താതെ ഇത് നോക്കുക. ഓപ്ഷൻസ് ആദ്യം നോക്കുക. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. ഇതെന്താ ചോദ്യം? വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ അജാതശത്രു ഈസ് നോട്ട് ട്രൂ. ഓക്കെ, സത്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്ത്, എല്ലാവരും പറയുന്നുണ്ട് എ ആണെന്നല്ലേ. ഹി ആൾസോ നോൺ ആസ് കുനിക. അത് ശരിയല്ലേ? ആ ഉത്തരം ശരിയാണ്. അദ്ദേഹത്തിന് കുനിക എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹി അനാക്സഡ് ദ കിങ്ഡം ഓഫ് ലിച്ചാവിസ്. അതും ശരിയാണ്. ഹി വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ഹര്യങ്ക ഡൈനാസ്റ്റി. അത് തെറ്റാണ് അല്ലെ. അപ്പൊ എല്ലാവരും പറഞ്ഞ ശരി. സി ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ, ശരി തന്നെയാണ്. അദ്ദേഹം ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ അവസാന റൂളറൊന്നുമല്ല. അദ്ദേഹം ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഹെൽഡ് ചെയ്യുന്നത് അജാതശത്രുവിന്റെ സമയത്ത് തന്നെയാണ്. അദ്ദേഹം ബിംബിസാരനെ കൊന്നിട്ട് സ്വന്തം ഫസ്റ്റ് പാട്രിസൈഡ് നടത്തി അധികാരത്തിലേറിയ ഇന്ത്യയിലെ ആദ്യത്തെ റൂളറാണ് അജാതശത്രു. അദ്ദേഹത്തിന് മറ്റൊരു പേര് കുനിക എന്നാണ്. അദ്ദേഹം ലിച്ചാവി കിങ്ഡത്തെ അനാക്സ് ചെയ്യുന്നുണ്ട്. അതായത് ലിച്ചാവി കിങ്ഡം മാട്രിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുക്കളും കൂടി ആയിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് റൂളർ ഒന്നല്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഉത്തരം ഇത് ശരിയാണ്. ഓക്കെ, ഈ സി ആണ് തെറ്റ്, ബാക്കി 3ഉം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അംഗ മഹാജനപദ വാസ് അനക്സ്ഡ് ടു മഗധ ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ് റൂളർ. ഓക്കെ, വളരെ ഈസിയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ആരാണ് ജസ്റ്റ് ഒന്ന് വായിച്ചേ? സിയ ചോദ്യം കൃത്യമായിട്ട് വായിക്കൂ. അംഗ മഹാജനപദ. എല്ലാരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാരും കൊടുക്കുന്നുണ്ട്. എ ഉണ്ട് അല്ലെ? എ ആണ് ശരിയായ ഉത്തരം. അജാതശത്രു അല്ല അംഗ മഹാജനപദ കീഴടക്കുന്നത്. അജാതശത്രു ലിച്ചാവീസിന്റെ ആ ഏരിയ ആണ് കീഴടക്കിയത് നമ്മൾ പറഞ്ഞു. അംഗജനപദ കീഴടക്കുന്നത് ബിംബിസാരയാണ് അല്ലെ? ബിംബിസാരയുടെ സമയത്താണ് അംഗ മഹാജനപദ കീഴടക്കുന്നത്. ഇന്നത്തെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന ഏരിയയിൽ പെടുന്ന അംഗജനപദ കീഴടക്കുന്നത് 16 മഹാജന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനപദയാണ്. അതിന്റെ ക്യാപിറ്റൽ ചമ്പപൂരി. ഓക്കെ, അപ്പോ ഇതും കൂടി ജസ്റ്റ് നോട്ട് വെക്കുക. ബിംബിസാര, അജാതശത്രു, മഹാപത്മനന്ദ ഇവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ മഹാജനപദാസും അതിന്റെ ക്യാപിറ്റൽസും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മേ ബി ചോദ്യം ചോദിക്കാം. ഓക്കെ, ഹരിംഗ ഡൈനാസ്റ്റി വാസ് ഫൗണ്ടഡ് ബൈ ബിംബിസാരയാണ്. അദ്ദേഹത്തിന്റെ സമയത്താണ് അംഗ കീഴടക്കുന്നത്. ഓക്കെ, അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗുഹ ആയിരുന്നു. പിന്നീട് പാടലിപുത്രയായി മാറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അജാതശത്രു ബിംബിസാര വരുന്നു, അജാതശത്രു വരുന്നു, പിന്നെ ഉദയനൊക്കെ വരുന്നുണ്ട് അല്ലെ? ആ ഒരു ഹരിംഗ ഡൈനാസ്റ്റി തന്നെ ഉദയനൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇത് കൃത്യമായി ഓപ്ഷൻ കൃത്യമാണെന്ന് ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വിച്ച് രാഷ്ട്രകൂട റൂളർ ഗോട്ട് ദ കൈലാസനാഥ ടെമ്പിൾ ബിൽറ്റ്? ഓക്കെ, ഇത് ഞാൻ വീണ്ടും നിങ്ങളോട് PPT നിങ്ങൾ ക്ലാസ് എടുത്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ് കൈലാസനാഥ ടെമ്പിളിനെ കുറിച്ചിട്ടും ഇതിനൊക്കെ അല്ലെ? അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഉത്തരം എ ആണ്. കൃഷ്ണ ഫസ്റ്റിന്റെ സമയത്താണ് കൈലാസനാഥ കൃഷ്ണ സെക്കൻഡ് അല്ല, കൃഷ്ണ ഫസ്റ്റിന്റെ സമയത്തല്ലേ കൈലാസനാഥ ടെമ്പിൾ ഉണ്ടാക്കുന്നത്? അതെ സാർ, അതെ. ഓക്കെ, പവിത്ര എല്ലാ ഉത്തരവും ശരിയായി കൊടുക്കുന്നുണ്ട്. അവള് തന്നെ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസിങ് ആയി. ഇതിന്റെ ഓപ്ഷൻ ഇതൊന്ന് വായിച്ചു നോക്കിയേ, ഒരു മിനിറ്റ്. ഹലോ. നിങ്ങൾ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഇപ്പൊ വരട്ടോ. സാർ സാർ I'll be there by tomorrow. Okay, thank you. Bye. ഓക്കെ, എല്ലാവർക്കും ഇതിന് ഉത്തരം കിട്ടിയില്ലേ? കൈലാസനാഥ ടെമ്പിൾ ഉണ്ടാക്കുന്നത് കൃഷ്ണ ഫസ്റ്റ് ആണ്. രാഷ്ട്രകൂട കിങ് ആയിട്ടുള്ള കൃഷ്ണ ഫസ്റ്റ് സമയത്താണ് ദ്രവീഡിയൻ സ്റ്റൈലിൽ ലോർഡ് ശിവക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള കൈലാസനാഥ ടെമ്പിൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പവിത്ര കൺഫ്യൂഷൻ ഒക്കെ മാറ്റിക്കോ. നമുക്ക് ഇനി കൺഫ്യൂഷൻ ആവാൻ സമയമില്ല അധികം. ഓക്കെ, കൃഷ്ണ ഫസ്റ്റ് ആണ്. കൃഷ്ണ സെക്കൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആണ്. നമ്മുടെ ഉത്തരം ഒറ്റ പോയിന്റ് തന്നെ നമ്മുടെ റാങ്കും കാര്യങ്ങളൊക്കെ മാറാം. അപ്പൊ ചോദ്യം കാണുമ്പോൾ തന്നെ ചാടി കയറാതെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ചോദ്യം 1 2 വട്ടം വായിച്ചാലും നമുക്ക് നഷ്ടം വരാൻ പോകുന്നില്ല. അടുത്ത ചോദ്യം നോക്കിയേ. ഇപ്പൊ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹാജനപദാസും അതിന്റെ ക്യാപിറ്റൽസും ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചേ, എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷനും കൃത്യമായി നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ നോക്കുമ്പോൾ ഓപ്ഷനും കൂടി ഒന്ന് നോക്കണം. കുറച്ച് സമയം എടുത്തോളൂ, നോക്കൂ പെട്ടെന്ന്. എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഉത്തരം നോക്കിയേ. മഗധ വരുന്നത് ഏതാണ്? ഗിരിവ്രജ അല്ലെ? മഗധ A2 ആണ്. ആ ഒറ്റ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ഉത്തരം കിട്ടി. സി
ഒറ്റ ഉത്തരത്തിൽ നമുക്ക് ഇതിന് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇതാണ് ഞാൻ പറയുന്നത്, മാച്ച് ദ ഫോളോവിംഗിൽ നമുക്ക് ഏറ്റവും ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. 1 2 മാക്സിമം 2 അല്ലെങ്കിൽ 3 അത് കൂടുതൽ പോകില്ല. അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ ക്രൊണോളജിക്കൽ ഓർഡറിലുള്ളതും മാച്ച് ദ ഫോളോവിംഗിലും CUT-ന് സ്വാഭാവികമായിട്ടും കിട്ടാറ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം അങ്ങനെയാണ്. ഈ വർഷം നിങ്ങളുടെ ഭാഗ്യം പോലെ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ച ഒരു സ്വഭാവം നോക്കിയിട്ട് ഇങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. അടുത്ത ചോദ്യം. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഒന്ന് നോക്കിക്കേ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലാസ് കേട്ട ആർക്കും സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാവുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നടന്നത് ഏത്, പിന്നെ നടന്നത് ഏത്, അങ്ങനെ. ഇതിന് ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ബി ആണ് അല്ലേ? ഒന്ന് നോക്കിയേ, ആരോ ഡി ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയേ നിങ്ങള്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഹര്യങ്ക ഡൈനാസ്റ്റി അല്ലേ? ഹര്യങ്ക കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമുക്ക് ഏതാണ്? ശിശുനാഗ വരുന്നുണ്ട്, പിന്നെ ഈ ആയിട്ടുള്ള നന്ദ ഡൈനാസ്റ്റി വരുന്നുണ്ട്, മൗര്യാസ് വരുന്നുണ്ട്, പിന്നെ സുങ്ക ഡൈനാസ്റ്റി വരുന്നുണ്ട് അല്ലേ? വളരെ ഈസി അല്ലേ? പിന്നെ ഇതിലൊന്നും കൺഫ്യൂസിങ് ആവില്ല. ഹര്യങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ, ശുംഗ, കണ്വ, അങ്ങനെ ശുംഗ കഴിഞ്ഞിട്ട് കണ്വ, അങ്ങനെ പോകുന്നുണ്ട്. എങ്കിൽ കൂടി ഇത്രയാണ് പ്രധാനപ്പെട്ട ഹര്യങ്ക, ശിശുനാഗ, മൗര്യ, നന്ദ, മൗര്യ അല്ലെ? ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. വളരെ ഈസിയാണ് ഇത്. ചോദ്യം ഒരിക്കലും നമ്മൾ തെറ്റാൻ പാടില്ല. ഓക്കെ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പിന്നീട് വായിച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കി, ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യമാണ്. ഒന്ന് നോക്കിക്കേ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യം 2022 വന്നത്. അത് 2022 അപ്പോ മൗര്യ എംപയേഴ്സിനെ കുറിച്ച് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങൾ മൗര്യാസിന്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പിന്നെ റീജിയണൽ കിങ്ഡംസ് പറഞ്ഞാൽ നമ്മളെ പല്ലവാസ്, പാലാസ്, ആ സേനാസ് ഒക്കെ ഉണ്ടല്ലേ, ആ ഒരു ചാപ്റ്ററും കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, ഒന്നും മിസ് ഔട്ട് ആക്കണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബി തന്നെയാണ് ഇതിന്റെയും ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമുക്ക് വരുന്നത് ആരാണ്? ബിംബിസാരയാണ്. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിംബിസാര കഴിഞ്ഞിട്ട് മഹാപത്മനന്ദ വരുന്നുണ്ട്. ഓക്കെ, ബിംബിസാര കഴിഞ്ഞിട്ട് അജാതശത്രുവാണ് വരുന്നത്. പക്ഷെ നമ്മൾ ക്രോണോളജിക്കലി ഈ സംഭവം നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാം അല്ലെ? ബിംബിസാര വരുന്നു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത റൂളർ ആയിട്ടുള്ള മഹാപത്മനന്ദ വരുന്നുണ്ട്. ആ രണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഇതിന് ഉത്തരം കിട്ടി. പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. ബൃഹദ്രഥയും ബിന്ദുസാരയും ദശരഥൊക്കെ പിന്നീട് വരുന്ന ആളുകളാണ്. രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഇതിന് ഉത്തരം നമുക്ക് ശരിയായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ചോദ്യങ്ങളിലേക്ക് ഒരു എത്താൻ. ഇതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരു ടഫ് ആയിട്ട് തന്നെ അവർ കൊടുത്തതാണ്. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും അല്ലെ? ജസ്റ്റ് ഒന്ന് എല്ലാവരും ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. ചോദ്യം എന്താണ്? The prostitute was protected and supervised by the Mauryan Empire. Spies did much of their work with the help of the prostitute. അതിന് ഉത്തരം എന്ന് പറയുന്നത് എ തന്നെയാണ്. രണ്ടും എക്സ്പ്ലനേഷനും ഇതിന്റെ റീസണും കറക്റ്റ് ആണ്. ഓക്കെ, ആരോ അതിന്റെ റീസൺ കറക്റ്റ് അല്ല എന്ന് പറയുന്നത് ഞാൻ അതിന് രണ്ടും കറക്റ്റ് ആണ്. ഈ നമ്മുടെ അർത്ഥശാസ്ത്രത്തില് ഗൗഡ്യന്റെ അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ് പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഉപയോഗം. സ്റ്റേറ്റ് എങ്ങനെ വേണം പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യണം, അവർ വഴി എന്ത് ഉപയോഗമാണ് സ്റ്റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഓക്കെ, ഈ സ്പൈസിന് ഈ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്തൊക്കെ ഒരുപാട് പേരെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്പൈസിനെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് മൊത്തം വിലയിക്കാൻ വിട്ടിരുന്നു. ഈ സ്പൈസ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കയ്യിലാണ്. കാരണം പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരു മനുഷ്യരുടെ ഏറ്റവും ഫിസിക്കലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അല്ലെ? അപ്പൊ അവര് പല ഇൻഫർമേഷൻസും ഇങ്ങനെ വലിയ നൊബിലിറ്റി കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഇൻഫർമേഷൻ കയ്യിൽ നിന്ന് ചോർത്താറുണ്ട്. ഇപ്പൊ നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് മൂവിയിലൊക്കെ കണ്ടില്ല, മറ്റേ ചെങ്ങായിനെ കൈത്തറത്ത് കൊല്ലുന്ന ഒരു സീനില്ലേ, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടേക്ക് പോകുമ്പോഴാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോറി, ഞാൻ മൂവി റെഫറൻസ് കൊടുക്കുന്നില്ല, ഇത് കണ്ടോളൂ. കൃത്യം ഇതിന് ഓപ്ഷൻ എയും ഇതിന്റെ റീസണും അസേഷനും റീസണും കൃത്യമാണ്. ഇതിന്റെ എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് മോങ് ഫ്രം ദ നളന്ദ വെൻ ഫോർത്ത് ടു കൺവേർട്ട് ടിബറ്റ് ടു ബുദ്ധിസം? അതെല്ലാവരും നോക്കിയേ, വളരെ സിമ്പിൾ ആണ്, എങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പത്മസംഭവ, അശ്വഘോഷ, ബുദ്ധചരിത, നാഗസേന. ഈ ചോദ്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് MCQ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുന്നു മാത്രം.
പവിത്ര പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പത്മസംഭവമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, 6th സെഞ്ചുറി ഉണ്ടായിരുന്ന ബുദ്ധിസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നു. അത് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബാധിക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടിബറ്റിലേക്ക് അത് കൊണ്ടുപോയ ആ വ്യക്തിയാണ് പത്മസംഭവ. ഓക്കെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സെയിന്റ് ആയിരുന്നു, ഒരു ബുദ്ധിസ്റ്റ് സെയിന്റ് ആയിരുന്നു അദ്ദേഹം. എന്ത് ചെയ്യുന്നു, ഒരു താന്ത്രിക് പ്രാക്ടീഷണർ, താന്ത്രിക് ബുദ്ധിസമാണ് അദ്ദേഹം ടിബറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ടിബറ്റിൽ ഇന്ന് കാണുന്ന ബുദ്ധിസത്തെ പറയുന്ന പേരാണ് ബോൺ ബുദ്ധിസം. ഓക്കെ, ബോൺ ടിബറ്റൻ ബുദ്ധിസം. ആ ചോദ്യം മേ ബി അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യാം. ബോൺ ബുദ്ധിസം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? അത് ടിബറ്റുമായി ബന്ധപ്പെട്ടതാണ്. പത്മസംഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ട്. പത്മസംഭവം ഈ ബുദ്ധിസ്റ്റ് ടിബറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഈ ഡീമൺസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടത്തെ ഉള്ള ഒരാൾ വന്നിട്ട് അദ്ദേഹം പത്മസംഭവത്തെ, അദ്ദേഹം ഒരു താന്ത്രിക് ബുദ്ധിസ്റ്റാണ്, ഒരു മജീഷ്യനും മാജിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ടിബറ്റിലേക്ക് ഇത് ചെയ്യുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യാത്ര മുടക്കുന്നതിന് വേണ്ടി ഡീമൺസ് കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രത്യേക, അദ്ദേഹം മജീഷ്യൻ ആണല്ലോ, അങ്ങനെ പ്രത്യേക താന്ത്രിക് ബുദ്ധിസത്തിൽ പ്രാക്ടീസ് ചെയ്ത ആളാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഡീമൺസിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് അവിടെ കൃത്യമായിട്ടുള്ളൊരു ബുദ്ധിസം സ്ഥാപിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത കിങ്ങിന്റെ പേരാണ് ത്രിസോങ്സൻ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ത്രിസോങ്സൻ ആണ് പത്മസംഭവത്തെ ആർക്ക് ഇവിടേക്ക് വിളിച്ചത്. നമ്മൾ കുമാരസംഭവം എന്ന് ഓർത്താൽ മതി പത്മസംഭവത്തെ ഓർക്കണമെങ്കിൽ, അല്ലെ? ദിലീപിന്റെ പടം. അതുപോലെ തന്നെ അദ്ദേഹത്തെ പത്മസംഭവത്തെ ടിബറ്റിലേക്ക് ക്ഷണിച്ച ആളാണ് ത്രിസോങ്സൻ. ആ ടിബറ്റിലുള്ള ബുദ്ധിസത്തെ പറയുന്ന പേരാണ് ബോൺ ടിബറ്റൻ ബുദ്ധിസം. ഓർത്ത് വെച്ചോളൂ. പിന്നെ ദ കാരവൻ ലീഡർ ഇൻ ആൻഷ്യൻ പീരീഡ് വാസ് നോൺ ആസ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് അറിയോ നോക്കാം. ചോദ്യം എല്ലാവരും ടൈപ്പ് ചെയ്തേ, എല്ലാവരും ഉത്തരം ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. ജസീർ പറഞ്ഞ പോലെ തന്നെ സാർത്ഥവാഹയാണ് ഇതിന്റെ. ഈ വാഹ അങ്ങനത്തെ കുറച്ച് ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. വഹിക്കുന്ന ആള്, വാഹ, അങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ടല്ലോ, സാംസ്കൃതിക ടേംസ്. ഞാൻ പറയല്ലോ, ഇത് ഞാൻ നെറ്റിലേക്ക് ഉപയോഗിച്ചൊരു ടെക്നിക്കാണ്. നമുക്ക് അറിയാത്ത, വളരെ ഒന്നും അറിയാത്ത ചോദ്യമായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ആ ആൻഷ്യന്റിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സാംസ്കൃത് വേർഡ് നമുക്ക് മലയാളത്തിലേക്കോ തമിഴിലേക്കോ ഒന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ അർത്ഥം മലയാളത്തിലോ തമിഴിലോ എന്താണ് അർത്ഥം നോക്കുക. അത് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന്. ഒരു കാരവൻ ലീഡർ എന്ന് പറയുമ്പോൾ എന്താണ്, കാരവൻ ഒരു സാധനം കൊണ്ടുപോകുന്ന ആളാണ്, സ്വാഭാവികമായിട്ട് ഇത് വഹിക്കുകയാണ്. പക്ഷെ ഹാർത്തവാഹ, വഹിക്കുന്ന ആള്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ് കൊടുക്കാൻ നോക്കുക. ഒരു നിലക്കും അറിയുന്നില്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്യാൻ മാത്രമേ പറയത്തുള്ളൂ. കാരണം നെറ്റിലാവുമ്പോൾ നമുക്ക് ഇതുവരെ നെഗറ്റീവ് ടൈപ്പ് മാർക്കിംഗ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ അവസ്ഥ CUT-ൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. ഓക്കെ, ഇതിന് ഉത്തരം എന്ന് പറയുന്നത് സാർത്ഥവാഹയാണ്. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ പശുപതി കൾട്ട്. ഓക്കെ, ഇപ്പൊ ഇത് 2022 പശുപതി കൾട്ടിനെ കുറിച്ച് ചോദിച്ചത്. 2023 ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ചോദിച്ചത്. ചൈതന്യ മഹാപ്രഭു ഏതിനായിരുന്നു റിലേറ്റഡ് ആയിരുന്നു? അത് അദ്ദേഹം ഗൗഡിയ വൈഷ്ണവിസവുമായി ബന്ധപ്പെട്ട കൃഷ്ണ കൾട്ടുമായി റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഭക്തി സെയിന്റ്, ഭക്തി സൂഫിസം മിഡിവിലാണ്. ഏൻഷ്യന്റിലേക്ക് ഞാൻ പറയുമ്പോൾ ഈ ഭക്തി ട്രഡീഷനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോവാൻ നോക്കുക. ഓക്കെ, ഈ പശുപതി കൾട്ട്, അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ ഈ ചോദ്യം നോക്കി, വശുഗുപ്ത, ബാലത, കല്ലത, ബസവ, ലകുലിസ. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? കൃത്യമായി ചോദ്യം വായിച്ചു നോക്കൂ, എന്നിട്ട് ജസീറ ഉത്തരം നോക്കൂ. പശുപതി കൾട്ടിനെ കുറിച്ച് പറയുന്ന ആരാണ്? ഓക്കെ, ഉത്തരം ഡി ആണ്. ഓക്കെ, ലക്കുലിസയാണ് പശുപതി കൾട്ടിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തു. ലക്കുലിസ എന്നൊരു പ്രോമിനന്റ് ശൈവിസ്റ്റ് ആയിട്ട്, പശുപതി ഏത് ശിവന്റെ അവതാരമായിരുന്നു പശുപതി എന്ന് പറയുന്നത്. പശുപതി സീലിനെ കുറിച്ചൊക്കെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനിൽ പഠിച്ചതാണ്, അല്ലെ? അപ്പൊ ലക്കുലിസ ഒരു പ്രോമിനന്റ് ശൈവൈറ്റ് റിവൈവലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എവിടെ ബേസ്ഡ് ആണ്? ലക്കുലിസയുടെ റിഫോമിസ്റ്റ് ഡോക്ടർ ഓൾഡസ്റ്റ് സൈവിസ്റ്റ് സെക്ട് ആയിരുന്നു ലക്കുലിസയുടെ പശുപതി കൾട്ട്. അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളർ ആയിരുന്നു. പശുപതി കൾട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. പശു ഇൻ പശുപതി റെഫർ ടു ദ എഫക്ട് ടു ക്രിയേറ്റ് വേൾഡ്. ദ വേൾഡ് ഡെസിഗ്നേറ്റ്സ് ദാറ്റ് വിച്ച് ഈസ് ഡിപെൻഡന്റ് ഓൺ സംതിങ് അൾട്ടീരിയർ. ഓക്കെ, അതൊരു ഫിലോസഫിയാണ് പശുപതി കൾട്ടിനെ കുറിച്ച് പറയുന്ന ഒരു ഫിലോസഫി. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടേതായിട്ട് രീതിയിൽ ഒരു റിസർച്ച് കൂടി ഇതിനെ കുറിച്ച് നടത്തുക. ഓപ്ഷൻസ് വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി, ഇതിന്റെ ഉത്തരം എല്ലാവരും ഒന്ന് പറഞ്ഞേ.
ഇതിന് ഉത്തരം എന്താണ്? എ ആണ്. ഓക്കെ, ആരോ ഇപ്പൊ ടൈപ്പ് ചെയ്തു എ ആണെന്ന്. അപ്പൊ എ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇതിൽ ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് അറിയുന്നത് വെച്ചിട്ട് ഇതാണ് എ ആണ്. ആൻസർ കീയിൽ കൊടുത്ത ഉത്തരം ഇതാണ്. അപ്പൊ എ ഏതൊക്കെയാണ്? എ, ചന്ദ്രഗുപ്ത ഫസ്റ്റ് സ്റ്റാർട്ടഡ് ദ ഗുപ്ത എംപറർ, ഗുപ്ത ഇറ. ഓക്കെ, അപ്പൊ അതിലാർക്കും സംശയമൊന്നുമില്ല. ഗുപ്ത ഇറ സ്റ്റാർട്ട് ചെയ്യുന്നത് ചന്ദ്രഗുപ്തന്റെ അസഷനോട് കൂടിയാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ ഉത്തരം കൊടുത്തിരിക്കുന്നത് സി ആണ്. എന്ത്? ഹരിസേന വാസ് ദ കോർട്ട് പോയിന്റ് ഓഫ് സമുദ്രഗുപ്ത. അത് നമ്മൾ 2023 CUT ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതല്ലേ? സമുദ്രഗുപ്തനെ കുറിച്ചിട്ടും ഹരിസേനയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതും ശരിയാണ്. അതിന് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ആർക്കും വേണ്ട. പിന്നെ ഡി വരുന്നുണ്ട്, സമുദ്രഗുപ്ത ഡിഫീറ്റഡ് ദ റൂളേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അത് ശരിയാണല്ലേ? നമ്മുടെ ഇവരൊക്കെ പരാജയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടാൻ കാരണം തന്നെ അദ്ദേഹം ഒരുപാട് ആളുകളെ പരാജയപ്പെടുത്തിയിട്ടും ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ? സമുദ്രഗുപ്ത അസ്യൂം ദ ടൈറ്റിൽ വിക്രമാദിത്യ. അത് തെറ്റാണ്. അത് വിക്രമാദിത്യല്ല, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഏതായിരുന്നു? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ആയിരുന്നു സമുദ്രഗുപ്ത ആയിട്ട് അറിയപ്പെടുന്നത്. ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയുണ്ട്. ഇന്ത്യൻ ടെറിട്ടറികൾ സൗത്ത് ഇന്ത്യ കീഴടക്കുന്നത് ശരിയാണ്. പിന്നെ ഇതിൽ സംശയം എല്ലാവർക്കും വരുന്നത്, സമുദ്രഗുപ്ത വാസ് സക്സീഡഡ് ബൈ ചന്ദ്രഗുപ്ത. ഈ ഒരു ഉത്തരം ഇത് ശരിയാണ് സത്യം പറഞ്ഞാൽ. സമുദ്രഗുപ്ത, ഇപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ചന്ദ്രഗുപ്തയാണ് ആദ്യം വരുന്നത്, പിന്നെ സമുദ്രഗുപ്ത വരുന്നു, പിന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡ് വരുന്നു, കുമാരഗുപ്ത വരുന്നു, അങ്ങനല്ലേ? അപ്പൊ സമുദ്രഗുപ്ത കഴിഞ്ഞിട്ട് തന്നെയാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് വരുന്നത്. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ബി കൊടുത്ത ഓപ്ഷനിൽ ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. എ വരുന്നില്ല അല്ലെ? ബി കൊടുത്ത രണ്ടിടത്തും എ വരുന്നില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബേസ് നോക്കുമ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ശരിയാണ്. സമുദ്രഗുപ്ത വസക്സിഡു ഇതും ശരിയാണ്. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. സാറേ, ആ, പക്ഷെ രാമഗുപ്ത എന്നൊരു ക്യാരക്ടർ ഉള്ള പോലെ ഇടയ്ക്ക് പറയുന്നില്ലേ? രാമഗുപ്ത ഉണ്ട്. വെറുതെ നമ്മളിപ്പോ ഉപീന്ദർ സിംഗിന് ബുക്ക് വായിക്കുകയാണെങ്കിൽ രാമഗുപ്തയുണ്ട്. പക്ഷെ അതിന്റെ ഹിസ്റ്റോറിസിറ്റി എത്രത്തോളം വാലിഡ് ആണെന്നുള്ള കാര്യം ഇപ്പോഴും ഇന്റർപ്രിട്ടേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഈ ചോദ്യം രാമഗുപ്ത ഉണ്ട് ഇതിന്റെ ഇടയിൽ. പക്ഷെ അതിന്റെ ഹിസ്റ്റോറിസിറ്റി ഇപ്പൊ ഉപീന്ദർ സിംഗിന്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. രാമഗുപ്തയുടെ ഹിസ്റ്റോറിസിറ്റിയെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കൺഫോമിറ്റി ആയിട്ടുള്ള സംഭവമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത റൂളർ ആയിട്ട് വരുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. അപ്പോ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഇത് കൺഫ്യൂസിംഗ് ആണ് ഞാൻ പറയാൻ കാരണം ഇതാണ്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത് ശരിയാണ്. നമ്മൾ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് തെറ്റും കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ രാമഗുപ്ത വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷന്റെ ആവശ്യമേ ഇല്ല. എ, സി, ഡി കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എ ഉള്ളത് ശരിയാണ്. ഈ ബി വരുന്ന രണ്ട് ഓപ്ഷനിലും എ കൊടുത്തിട്ടില്ല അല്ലെ? ചന്ദ്രഗുപ്ത സ്റ്റാർട്ടഡ് ഗുപ്ത ഇറ എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇതിൽ ക്രോസ് മാർക്ക് ചെയ്യാൻ തന്നെ ഈ ഒരു ഉത്തരം ശരിയായിട്ട് കാണാം. ഓക്കെ, ഈ രാമഗുപ്തയെ കുറിച്ച് ചോദിച്ച ആളാരാണ്? എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺഫ്യൂഷൻ, അതിന്റെ ഒരു ഹിസ്റ്റോറിസിറ്റിയുടെ ഒരു വിഷയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള പുതിയ പുസ്തകങ്ങളിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. ഗുപ്തന്റെ 5 years ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതാണ് ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിസിറ്റി ഒരു ഡിബേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനും ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ക്വസ്റ്റ്യനും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലായിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അത് മതിയാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ഇതിൽ കൊടുത്ത മറ്റൊരു ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പ്രോമിനന്റ് ആയിട്ടുള്ള റൂളേഴ്സിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇവിടെ നിങ്ങളിപ്പോ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുപ്താസിനെ കുറിച്ച് കീപ് റിപ്പീറ്റഡ്ലി 2 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഗുപ്താസിനെ 2 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഗുപ്താസിനെ കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ ചോദ്യങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഗുപ്താസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചോളൂ. കിട്ടാവുന്ന മാക്സിമം സോഴ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ചോദ്യം എടുത്തോളൂ, വായിച്ചോളൂ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതെന്താണ്? ചൂസ് ദ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഒന്ന് നോക്കിക്കേ എല്ലാവരും. അഹാർ, ഇറാൻ, ജോർവേ, മഹിഷ്താൻ. ഈ ചോദ്യം നമ്മൾ ഇതിന്റെ ഇത് പറഞ്ഞപ്പോ ഈ നിയോലിത്തിക് സൈറ്റ്സും അതിന്റെ പ്രധാനപ്പെട്ട സൈറ്റ്സും ചാൽക്കോലിത്തിക് സൈറ്റ്സ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞ പോയിന്റുകളായിരുന്നു ഇത്. ഞാനത് കൃത്യമായിട്ട് അതിൽ PPT-യിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഇത് കിട്ടും അല്ലെ? ഇനി ഇത് അറിയാത്തവരാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ. നിങ്ങൾ ഇതിന്റെ ഉത്തരം സി തന്നെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സി ആണ് ഇതിന്റെ ഉത്തരം. എ വരുന്ന ആഹാർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആഹാർ കിടക്കുന്നത് രാജസ്ഥാനിലാണ് അല്ലെ? ഇറാൻ കിടക്കുന്നത് മധ്യപ്രദേശ്. ആ 2 കിട്ടുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് ശരിയായി കിട്ടി. A2, B1 അല്ലെ?
അത് പറഞ്ഞപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഒക്കെ ഇവിടെയാണ് മറ്റേ സതിയെ കുറിച്ചുള്ള നമുക്ക് ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ കിട്ടുന്നത് ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. അപ്പോ അഹാർ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ചാൽക്കോലിക് സ്റ്റേറ്റ് ആണ് ഇറാൻ, മധ്യപ്രദേശാണ്. ഓക്കെ, പിന്നെ കിടക്കുന്നത് നമുക്ക് C4 കിട്ടുന്നത് ജോർവെ മഹാരാഷ്ട്രയിലാണ്, മഹിഷ്ദാൽ ബംഗാളിലുമാണ്. ഓക്കെ, വളരെ ഈസിയാണ്. നമുക്ക് 1-2 കിട്ടിയാൽ അതിന്റെ ഉത്തരം കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ചോദ്യമാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഹാഡ് ട്രേഡ് ലിങ്ക് വിത്ത് ഔട്ട്സൈഡേഴ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഒരു സംശയം വേണ്ട. നമ്മൾ മെലൂഹയെ കുറിച്ചും മറ്റേ ബഹ്റൈനിലും ഒക്കെ ട്രേഡിംഗ് ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഫൈസൽ സാർ എന്ന ക്ലാസ്സിൽ എടുത്തതാണ്. അതുപോലെ തന്നെ മെനി ഹാരപ്പൻ സീൽസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മെസപ്പൊട്ടോമിയ. അതിലും പ്രത്യേകിച്ച് ഒരു സംശയം ആർക്കും വേണ്ട. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1ഉം ട്രൂ എന്താണ്, 1ഉം 2ഉം എന്താണ്, ശരിയാണ് അല്ലേ? ഞാൻ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഇതോടുകൂടി ഓക്കെ. പിന്നെ ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ചോദ്യമുണ്ട്. മൗര്യൻ ഹെൽഡ് ആൻ എലാബറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? മൗര്യൻസിന് ഒരു എലാബറേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഇല്ലേ? ഉണ്ട്. മൗര്യൻസ് പെയ്ഡ് ദെയർ ഒഫീഷ്യൽ ത്രൂ ഗ്രാൻഡ് ലാൻഡ്. ഓക്കെ, അതിൽ സംശയം ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന് ഉത്തരം എല്ലാവരും പറഞ്ഞേ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഓക്കെ, C ആണ് ഉത്തരം, B അല്ല. ജസീറാന്ന് നോക്കിക്കോളൂ. മൗര്യൻസ് ഒരു എലാബറേറ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട്, അതിൽ പ്രത്യേകിച്ച് ആർക്കും സംശയം ഉണ്ടാ. പക്ഷെ മൗര്യൻസ് പെയ്ഡ് ദർ ഒഫീഷ്യൽ ത്രൂ ഗ്രാൻഡ് ലാൻഡ്, അത് തെറ്റാണ്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. മൗര്യൻസ് എങ്ങനെയാണ് ടാക്സ് കളക്ഷൻ നടത്തിയിരുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് ടാക്സ്, നിഷികാസിനും മറ്റേ ഒരുപാട് ടാക്സിനെ കുറിച്ച് ഞാൻ മൗര്യസിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ലാൻഡ് ഗ്രാൻഡ്സിലും ലാൻഡിലും ഉള്ള ടാക്സും അതുപോലെ തന്നെ മറ്റേ കൈൻഡിലായിട്ട് അവർ ടാക്സ് വാങ്ങിയിരുന്നു. ആ ടാക്സിൽ കിട്ടുന്ന ഷെയറിൽ നിന്ന് തന്നെയാണ് അവർ കൊടുത്തിരുന്നത്. ലാൻഡിൽ അവർ ആർക്കും ലാൻഡ് ഗ്രാൻഡ്സ് കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് ഒഫീഷ്യൽസിന് ലാൻഡ് ഗ്രാൻഡ്സ് സാലറിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയയുടെ ഉത്തരം. അപ്പൊ ഇത്രയാണ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? നമ്മളെ സമയം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 1.25 മണിക്കൂറിന്റെ അടുത്ത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മടുപ്പുണ്ടെന്ന് അറിയാം. എങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒരട്ടം കണ്ടു ഈ ക്വസ്റ്റ്യൻസ് ആരും നോട്ട് ചെയ്തുണ്ടോ ഇല്ല, ഞാൻ ഈ സാധനം PPT നിങ്ങൾക്ക് അയക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ഇതിലേക്ക് പോവുക. ഓപ്ഷൻസിലേക്ക് വീണ്ടും നോക്കുക. നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാം, ഇതിന്റെ ഓപ്ഷനിൽ നിന്ന് തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആൻഷ്യന്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റേ മിഡീവലും മോഡേണും ഈ ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ പോവാൻ നോക്കുക. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ദയവ് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് സോഴ്സ് ബുക്ക് വായിച്ച്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും 5th 6th സെമസ്റ്ററാണ്. ഒരുപാട് പേർക്ക് IB ട്രിപ്പും കോളേജ് ട്രിപ്പും പോകുന്ന സമയമാണ്. പ്രൊജക്ടിന്റെ വർക്കിൽ ആളുകൾ ബിസിയാണ്. എല്ലാം ഉണ്ട്, ഒക്കെ ഒരു വശത്തുണ്ട്. പക്ഷെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 10-25 ദിവസങ്ങളിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ PYQ ക്വസ്റ്റ്യൻസ് എടുക്കുക. മാക്സിമം MCQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു. നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡീപ്പ് ആയിരിക്കും, എങ്കിൽ കൂടി തന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അതുകൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാൻ വീണ്ടും പറയുന്നു, അധിക സമയം ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പറയുന്ന രീതി ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് കൂടെ നിങ്ങൾ നോക്കുക. ഓപ്ഷൻസിൽ നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് നോക്കുക. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ആക്കി എടുത്തു വെച്ചാൽ മതി. നിങ്ങൾ നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവസാന സമയത്ത് നമ്മൾ ഇതെല്ലാം റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമ്മുടെ രീതിയിൽ നമ്മൾ എഴുതിയ നോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് കുറെയൊക്കെ തലയിലിരിക്കാൻ നോക്കും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ട് നിങ്ങൾക്ക്, ഞാൻ 2 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കൺഫ്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ PPT ഞാൻ നമ്മുടെ LLന്റെ സൈറ്റിൽ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റിനോട് പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സർ പറഞ്ഞോളൂ. സാറേ PYQs അത്രയെല്ലാം ലഭ്യമാണോ? ആകെ 2 എങ്ങാനല്ലേ ഉള്ളൂ? 2 ഉള്ളൂ. 2022-ലും 2023-ലും PYQs മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളെ പോലെ തോന്നും അല്ലെ? ഓരോ ഓപ്ഷനും ചോദ്യമായിട്ട് കണക്ക് കൂട്ടാം. അപ്പൊ നമുക്ക് ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 4 ചോദ്യം ആയില്ലേ? പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നെറ്റിന്റെ PYQ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ 2018-ലെ 19-ലേക്ക് 23-ഒക്കെ ആകുമ്പോൾ ഒരുപാട് അപ്ഡേറ്റ് ആയി, ഒരുപാട് ഉള്ളിൽ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പറ്റുകയാണെങ്കിൽ 2018-19 സമയത്തുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നെറ്റിന്റെ എടുത്ത് നോക്കുക. ഓക്കെ, അത് കുറച്ച് ഡീപ്പാണ്. നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് കണ്ടിട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് ടെൻഷനാണ്, കാരണം നെറ്റ് വളരെ ഡീപ്പാണ്. പക്ഷെ അതിലുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ നമ്മളിത് ചോദ്യം നടത്തുന്ന മനസ്സിലായി, ഗുപ്താസിന്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യം ആൻഷ്യന്റിൽ വരുന്നുണ്ട്. 3-4 ഒക്കെയാണ് വെയിറ്റേജ് വരുന്നത്. ഒരുപാട് 3
4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് മൗര്യാസ്. അതും വളരെ ഇമ്പോർട്ടന്റ്, ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നിയോലിത്തിക് പോലത്തെ ചോദ്യങ്ങൾ, നിയോലിത്തിക് പാലിയോലിത്തിക് ചോദ്യങ്ങൾ കൂടുതൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒരു ജനറൽ റീഡിംഗ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ തന്നെ ഷഗാസ്, ഈ പറഞ്ഞ ഇത് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുകയാണ് നോക്കിക്കോളൂ നിങ്ങൾ. മൗര്യാസ്, ഹാരപ്പൻ, ഗുപ്താസ്, അതുപോലെ തന്നെ റീജിയണൽ കിങ്ഡംസ് കുറച്ച് പല്ലവാസ്, പാലാസ്, സേനാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അതൊക്കെ കുറച്ച് വെയിറ്റേജ് ഉള്ള ഏരിയാസ് ആണ്. ആൻഷ്യന്റിൽ, മിഡീവലും മോഡേണിലുള്ള വെയിറ്റേജ് ഉള്ള മാർക്കുകൾ ഫൈസൽ സാറും നാദിയ മാമും നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ആൻഷ്യന്റിൽ നമ്മൾ ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടി തറോ ആക്കി നോക്കി പോവുക. നമ്മുടെ ക്ലാസ് ഒന്നുകൂടി നിങ്ങൾ കേൾക്കാൻ നോക്കുക. ആ PPTയിലുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഫീഡ്ബാക്ക് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോളൂ. ഇപ്രാവശ്യം ഏൻഷ്യന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരിക എന്ന് പറയുന്നിട്ട് അത് ഉള്ള തന്നെയാണോ? അങ്ങനെ നമുക്ക് ഇതൊരു ചോദ്യ പേപ്പർ ആർക്കും കിട്ടിയിട്ടില്ല, ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ ആൻഷ്യന്റ് വരാന്ന് പറയാൻ കാരണം ഇപ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയത്, ഇപ്പൊ നെറ്റിന്റെ കഴിഞ്ഞ വർഷം നെറ്റിന്റെ അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞു പോയത്. അപ്പൊ മിഡീവലൊക്കെ ഒന്നാകെ എടുത്ത് കളയും, മിഡീവലിൽ നിന്ന് ചോദ്യം വരത്തില്ല, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്നിനും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പ്രോപ്പർ വെയിറ്റേജ് എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യനിൽ 25 ആൻഷ്യന്റ്, 25 മിഡീവൽ, 25 മോഡേൺ. ഈ മോഡേണിൽ തന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പലരും പല രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ 2 പ്രാവശ്യം എടുത്ത് നോക്കിയപ്പോഴും വെയിറ്റ് ചെയ്ത് ഏകദേശം കണക്കായിട്ടാണ് വരുന്നത്. 25, 25, 25 ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ആൻഷ്യന്റിന് ഒരു 1, 2, 3 മേറിപ്പോയാൽ മാക്സിമം 5, അതായത് 30, ഈ 20, 25 ആ രീതിയിലൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും അവർ വെയിറ്റേജ് കൊടുക്കത്തില്ല. ഇപ്പൊ മിഡീവൽ എന്നൊരു പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഏരിയ ആണല്ലോ. അത് മൊത്തം കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള പഠന രീതി, ആൻഷ്യന്റിൽ ഒരുപാട് വെയിറ്റേജ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യം എന്തിനുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം മുന്നോട്ട് പോട്ടെ. ഈ PYQs കൃത്യമായി നോക്കുക. സോഴ്സ് ബുക്കിൽ ഇനി സമയം ഞാൻ ആദ്യമാണെങ്കിൽ 2-3 മാസമൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് സോഴ്സ് ബുക്ക് വായിക്കുക എന്നൊക്കെ. ഇനി അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. മാക്സിമം റിവിഷനിലേക്ക് പോവുക. വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം ഹിസ്റ്ററിയുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മറന്നുകൊണ്ടിരിക്കും. ഒരു 2 പേജ് വായിച്ചാൽ 3-ാമത്തെ പേജിലുള്ള കാര്യം നമ്മൾ 2-ാമത്തെ പേജിലുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കുക. പിന്നെ PYQസും അത് ഞാൻ വീണ്ടും പറയുന്നു, ലിസ്റ്റ് ചെയ്യുക. 2 വർഷത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അരച്ച് കലക്കി കുടിക്കണം. അതിൽ നിന്ന് ഏത് ഓപ്ഷനിൽ നിന്ന് ചോദിച്ചാലും അതിന് ഇപ്പോഴത്തെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ് ആവരുത്. ഓക്കെ, നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ എന്നാല്? ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, പിന്നെ നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരൂലല്ലോ എന്തായാലും. നെറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെയല്ല, നെറ്റിന്റെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോ ഞാൻ കണ്ടത് ഏകദേശം കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള, അതായത് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന തന്നെ ചോദിക്കുന്നത്. അതന്നെ റിലേറ്റഡ് ആണ്. പക്ഷെ ഒരുപാട് ഡീപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഒരുപാട് ഡീപ്പിലാണ് നെറ്റിന്റെ ലെവലിൽ ക്വസ്റ്റ്യൻ പോവുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അത്ര എന്തായാലും CUTക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠനം ഫോക്കസ് ചെയ്ത് പോയിക്കോളൂ. ഒരു പ്രത്യേകിച്ച് അത്ര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ വരില്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ കാര്യം. ആൻഷ്യന്റിൽ ഞാൻ പറയുന്ന കുറച്ച് ഏരിയാസ്, ഗുപ്താസ്, മൗര്യാസ്, ഈ റീജിയണൽ കിങ്ഡംസ്, ഇതൊക്കെ ഒരു വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ ഒന്നുകൂടി ഉന്നി പഠിക്കാൻ നോക്കുക. ഓക്കെ, ഹലോ, ഓക്കെ, നമ്മളൊന്ന് സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ടേ. ഓക്കെ, ഇന്ന് എല്ലാവരും എക്സിറ്റ് അടിച്ചോളൂ. താങ്ക് യു സോ മച്ച്.